നാരായണ ഹരി ഓം. നാരായണ 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 നാരായണ. ഹരി ഓം. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നാരായണം പദ്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമദാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമദാസ്യ പദ്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം ത്രോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം. പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണി. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈः സാംഗപദക്രമോപനിഷദൈः ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീത സ്വാധ്യായ പരമ്പരയിലേക്ക് സ്വാഗതം സ്വാഗതം സ്വാഗതം. 3-ാം അധ്യായം കർമ്മയോഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 10-ാം ശ്ലോകത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല തോന്നുന്നു. നമുക്ക് തുടരാം.
ശ്രീമദ് ഭഗവത്ഗീതയുടെ ഏറ്റവും മനോഹരമായ ഭാഗങ്ങളാണ്, ഏറ്റവും ബേസിക്കായിട്ടുള്ള പാഠങ്ങളാണ്. ഇവിടുന്ന് വേണം ഭഗവത്ഗീതയെ നമ്മൾ പ്രായോഗികമാക്കി ജീവിതത്തിലേക്ക് പകർത്താനായിക്കൊണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 10 ശ്ലോകങ്ങൾ ചൊല്ലാം, എന്നിട്ട് കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ്ഭഗവദ്ഗീതായാം തൃതീയോऽധ്യായഃ കർമ്മയോഗഃ. അർജുന ഉവാച ധ്യായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. ശ്രീഭഗവാനുവാച ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠാ പുരാ പ്രോക്താ മയാ നഘ ജ്ഞാനയോഗേന സാംഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ന കർമ്മണാം അനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോസ്നുതേ ന ച സന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. ന ഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠത്യകർമ്മകൃത കാര്യതേ ഹ്യവശഃ കർമ്മ സർവഃ പ്രകൃതിജൈർഗുണൈഃ. കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരഃ സ ഉച്യത്തെ. യസ്തിന്ദ്രിയാണി മനസാ നിയമ്യാരഭതേർജുന കർമ്മേന്ദ്രിയൈഃ കർമ്മയോഗം അസക്തഃ സ വിശിഷ്യത്തെ. നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോ ഹ്യകർമ്മണഃ ശരീരയാത്രാപി ച തേ ന പ്രസിദ്ധ്യേത കർമ്മണഃ. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ. തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗഃ സമാചര. സഹ യജ്ഞാഃ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതിഃ അനേന പ്രസവിഷ്യധ്വം യേശവോസ്തിഷ്ഠ കാമദുഃഖ. നാരായണ. അപ്പോൾ കർമ്മയോഗം എന്നുള്ള ആ വിഷയത്തിൻ്റെ മർമ്മം, അതിൻ്റെ ആരംഭമാണ് യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗ സമാചര എന്ന് ആരംഭിച്ചു. യജ്ഞാർത്ഥമായി ചെയ്യുന്ന കർമ്മമല്ലാത്ത കർമ്മങ്ങളെല്ലാം ബന്ധനമായി തീരും. അതുകൊണ്ട് അർജുന, നീ യജ്ഞാർത്ഥമായി കർമ്മം ചെയ്യൂ, മുക്തസംഗനായിട്ട്. ആ കർമ്മത്തിലോ കർമ്മഫലത്തിലോ ആസക്തിയില്ലാതെ, ഞാനാണ് ചെയ്യുന്നവൻ എന്നുള്ള കർത്തൃത്വ ബുദ്ധിയില്ലാതെ, ഇതിൻ്റെ ഫലം എനിക്ക് വേണം എന്നുള്ള ഭോക്തൃത്വ ബുദ്ധിയില്ലാതെ, അതാണ് മുക്തസംഗ. ഞാൻ ചെയ്യുന്നു എന്നുള്ള കർത്തൃത്വ ബുദ്ധിയും ഇതിൻ്റെ ഫലം എനിക്ക് വേണം എന്നുള്ള ഭോക്തൃത്വ ബുദ്ധിയും ഇല്ലാതായാൽ മുക്തസംഗ ഭാവമായി. പക്ഷെ അതാണ് ഇല്ലാതാവാത്തത്. ഇത് പോകാനാണ് ഏറ്റവും വലിയ പ്രയാസം, അല്ലേ? ഞാൻ ചെയ്യുന്നു, ഇതിൻ്റെ ഫലം എനിക്ക് വേണം എന്ന് ചിന്തിക്കാതെ ആർക്കും കർമ്മം ചെയ്യാൻ കഴിയുന്നില്ല. അതാണ് നമ്മുടെ ശീലം.
എത്രയോ കാലങ്ങളായി, ജന്മാന്തരങ്ങളായി അങ്ങനെ ശീലിച്ചു പോയി. ഞാൻ ചെയ്യുന്നു, ഞാൻ ചെയ്യുന്നു, ഞാൻ ചെയ്യുന്നു, ഇതിൻ്റെ ഫലം എനിക്ക് വേണം. അപ്പോൾ ആ ഒരു നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും ആ സെൽഫ് സെൻറ്റേർഡാണ്. ഏത് കാര്യത്തിലും എനിക്കെന്ത് ലാഭം, എനിക്ക് ലാഭം കിട്ടണം, എങ്ങനെയുള്ള ആ ഒരു സ്വാർത്ഥത എല്ലാറ്റിനും നമ്മളിലേക്ക് കേന്ദ്രീകരിക്കുക. മൊത്തത്തിലുള്ള നന്മകളെ ചിന്തിക്കാതെ, സമഷ്ടിയുടെ നന്മയെ ചിന്തിക്കാതെ. ഇനി വേറെ ചിലർക്ക് തൽക്കാലം ഒന്നും കിട്ടിയില്ലെങ്കിലും കുറച്ച് പേരും പ്രശസ്തിയെങ്കിലും കിട്ടണം എന്നുണ്ടാവും. ഈ പേരും പ്രശസ്തിയും എന്നൊക്കെ പറഞ്ഞാൽ അത് ഭാവിയിലേക്കുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റാണ് വാസ്തവത്തിൽ. ഈ പേരും പ്രശസ്തിയും ഭാവിയിൽ വേറൊരു രീതിയിൽ അതിനെ ഉപയോഗിക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ പേരിനും പ്രശസ്തിക്കും ഉള്ളതായിട്ടുള്ള ആഗ്രഹം. അപ്പോൾ തൽക്കാലം ഫിസിക്കലി അല്ലെങ്കിൽ മെറ്റീരിയലി ഒന്നുമില്ലെങ്കിൽ പോലും അതിൻ്റെ ഏത് കർമ്മത്തിൻ്റെയും വിജയത്തിൻ്റെ ക്രെഡിറ്റ് അതെങ്കിലും തനിക്ക് വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ പേരിൽ ആ ക്രെഡിറ്റ് വേറെ ആരും എടുത്തുകൊണ്ട് പോകാൻ പാടില്ല. ഞാനും കൂടി പങ്കാളിയായ ഈ കർമ്മത്തിൻ്റെ വിജയം, അതിൻ്റെ ക്രെഡിറ്റ് എനിക്ക് തന്നെ വന്നു ചേരണം. ഞാനാണിതിൻ്റെ മുഖ്യ പങ്കാളി. അപ്പോൾ ബാക്കി ആരും ഇത് പങ്കിട്ടെടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ വിജയത്തിൻ്റെ ക്രെഡിറ്റ് വേറെ ആരും എടുക്കാൻ പാടില്ല, അതെനിക്ക് തന്നെ വരണം എന്ന് വിചാരിക്കുന്നതും ഒരു സ്വാർത്ഥതയാണ്, വലിയ സ്വാർത്ഥത തന്നെയാണ്. കാരണം ഇത് ഭാവിയിലേക്കുള്ള ഒരു നോട്ടമാണ്. ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് പിന്നീട് ഏതെങ്കിലും തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ, എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ഒരു അജണ്ട ഉള്ളിലുണ്ടായിരിക്കും. അപ്പം അതുപോലും പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഏതെങ്കിലും കർമ്മങ്ങളിൽ നമ്മൾ പങ്കാളികളാവുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ ഞാനിതിലുണ്ട്, ഞാനിതിൻ്റെ മുമ്പിലുണ്ട് എന്ന് പോലും കാണിക്കാതെ വേണം ചെയ്യാൻ. ഞാനും കൂടി ഇതിൽ പങ്കാളിയാണെന്നോ ഞാനിതിൻ്റെ മുമ്പിലുണ്ട് എന്നോ പോലും ഭാവിക്കാതെ പിന്നിലാണ് പ്രവർത്തിക്കേണ്ടത്. പിന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ സാധിച്ചാൽ അതാണ് സ്വാർത്ഥരഹിതമായിട്ടുള്ള പ്രവൃത്തി. തൻ്റെ പേര് വരണം മുമ്പിൽ, തനിക്കതിൻ്റെ ക്രെഡിറ്റ് കിട്ടണം എന്ന് പോലും വിചാരിക്കാതെ സൈലൻ്റായിട്ട് വർക്ക് ചെയ്യുക. അതുപോലെ ഏത് വർക്കിനെയും മറ്റുള്ളവർക്കും കൂടെ പങ്കിട്ട് കൊടുക്കുക. നമ്മുടെ ശ്രീധരൻജിയുടെ ഗുണം അതാണ്. ഇന്നലെ ശ്രീധരൻജിയായിട്ട് കുറച്ച് നേരം ചെലവഴിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതികൾ നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പല സംഭാഷണങ്ങളിലും ആവർത്തിച്ച് അദ്ദേഹം പറയുന്നത്, ഞാനല്ല ഒന്നും ചെയ്യുന്നത്, ഞാനെല്ലാം ഡെലിഗേറ്റ് ചെയ്യും. ഞാൻ മറ്റുള്ളവർക്ക് ഡെലിഗേറ്റ് ചെയ്യും. ഓരോ കാര്യങ്ങൾ ഓരോരുത്തരെ ചുമതല ഏൽപ്പിക്കും. അത് അവർ ചെയ്തോളുക, അതിൻ്റെ ക്രെഡിറ്റും ഞാൻ അവർക്ക് കൊടുക്കുക. അവരാണ് അതിൻ്റെ വിജയം. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള പങ്കുണ്ട്. അതിൻ്റെ ക്രെഡിറ്റ് അവർക്ക് തന്നെ പോട്ടെ എന്നാണ് ഞാൻ പറയുക. അതാണ് എൻ്റെ വിജയം, അതാണ് എനിക്കിഷ്ടം എന്ന് അദ്ദേഹം പലപ്പോഴും പല ഭാഷണങ്ങളിലും സൂചിപ്പിക്കുന്നു. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ സക്സസ്, ഡെലിഗേറ്റ് ചെയ്യുക എന്നുള്ളത്. എന്നിട്ട് അതിൻ്റെ ക്രെഡിറ്റ് കൂടി ആ ടീമിന് കൊടുക്കുക. ഞാൻ ഒറ്റയ്ക്കല്ല, ഈ ടീമിൻ്റെ വിജയമാണ്. അതാണ് ടീം സ്പിരിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ക്രിക്കറ്റ് കളിക്കാരൊക്കെ ജയം കഴിയുമ്പോൾ, കപ്പ് നേടിക്കഴിയുമ്പോൾ അവരെ ടി വി ആങ്കേഴ്സ്, കമൻറ്റേറ്റേഴ്സ് ചെന്ന് ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ച് ഇൻ്റർവ്യൂ ചെയ്യുന്ന പോലെയുള്ള ഇത് കാണാം. നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറോ ധോണിയോ വിരാട് കോഹ്ലിയോ ഒക്കെ കപ്പടിച്ച് കഴിഞ്ഞ് നിൽക്കുമ്പോൾ
അവരോട് ഇത് ചോദിക്കുമ്പോൾ അവർ ആ വിജയത്തിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ടീമിലുള്ള ഓരോരുത്തരെയും സ്പെസിഫിക് ആയിട്ട് എടുത്തെടുത്തെടുത്ത് പറയും. താനൊന്നും ചെയ്തു എന്ന് പറയില്ല, ഞാൻ ചെയ്തു എന്ന് പറയില്ല, ഇന്നവരൊക്കെയാണ് അത് ചെയ്തത്, അവരുടെ ഇന്നത്തെ ദിവസമായിരുന്നു, ഇന്നത്തെ ദിവസത്തിൽ ഇന്നാൾ സ്പെഷ്യലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു, ഇതുവരേക്കുള്ള കളികളിൽ ഇന്നവർ കോൺട്രിബ്യൂട്ട് ചെയ്തു. അങ്ങനെ ഇപ്പോൾ ഫൈനൽ വരെ എത്തിയിട്ടാണ് ഫൈനൽ ജയിക്കുന്നത്. അപ്പോൾ എല്ലാവരും എല്ലാ കളിയിലും തിളങ്ങിയിട്ടില്ല, ഓരോരുത്തരും ഓരോ കളിയിൽ തിളങ്ങിയവരുണ്ടാവും. അപ്പോൾ അവർ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയും. എന്നിട്ട് അവരുടെ വിജയമാണ് ഞാനിതിൻ്റെയൊക്കെ ജസ്റ്റ് ആ ഒരു എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള റോൾ കളിക്കാനുള്ള അവസരം ഞാൻ ഒരുക്കി കൊടുക്കുന്നു. അങ്ങനെ ആയിരിക്കണം ഒരു ടീം ലീഡർ. അയാളാണ് നല്ലൊരു ലീഡർ. മറ്റുള്ളവർക്ക് കൂടി പ്രവർത്തിക്കുവാനുള്ള, മുന്നിൽ വരുവാനുള്ള അവസരം കൊടുക്കുക, ഓരോരുത്തരുടെയും കഴിവുകൾ വിനിയോഗിക്കുവാനുള്ള അവസരം കൊടുക്കുക, അങ്ങനെ അവർക്ക് ഫ്രീഡം കൊടുക്കുക. അപ്പോൾ അവരുടെ കഴിവുകളെ പ്രകടിപ്പിക്കും. അത് മൊത്തത്തിലെ ടീമിൻ്റെ വിജയമായി മാറും. അതാണ് ടീം ഗെയിം, ടീം സ്പിരിറ്റ്. അങ്ങനെ ഈ ലോകത്തിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ ടീമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു കുടുംബം നടത്തുന്നത് ഒരു ടീം സ്പിരിറ്റ് വേണം നമുക്ക്. ഒരു ഓർഗനൈസേഷൻ നടത്തുന്നത് ഒരു ടീമാണ്. എല്ലാ രംഗത്തും ഈ ഒരു ടീം ഗെയിമായിട്ട് അതിനെ എടുത്താൽ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള റോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ചങ്ങലയിലെ ഏത് കണ്ണിയും പ്രധാനപ്പെട്ടതാണ്, അല്ലേ? ഏതെങ്കിലും ഒരു കണ്ണി വീക്കാണെങ്കിൽ ആ ചങ്ങല പൊട്ടും. മറ്റു കണ്ണികളൊക്കെ സ്ട്രോങ് ആയതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഒരു ചങ്ങലയിലെ ഓരോ ചെയിനും ഓരോ കണ്ണിയും എത്ര പ്രധാനപ്പെട്ടതാണ്. അതുപോലെയാണ് ഒരു എൻജിനിലെ ഒരു ചെറിയ നട്ടും ബോൾട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മോട്ടോർ പ്രവർത്തിക്കുമ്പോൾ അതിലുള്ള ഒരു മുട്ടുസൂചി പോലെയുള്ള ഒരു ബോൾട്ടായിരിക്കാം, ഒരു നട്ടായിരിക്കാം. അത് പോയാൽ അതിൻ്റെ പണി നിന്നു പോകും. അപ്പോൾ എങ്ങനെ അത് ഓരോ നട്ടും ബോൾട്ടും പ്രധാനമായിരിക്കുന്നുവോ അതുപോലെയാണ് ഒരു കുടുംബത്തിലെ ഓരോ അംഗത്തിൻ്റെയും സ്ഥാനം, ഒരു ഓർഗനൈസേഷനിലെ ഓരോ അംഗത്തിൻ്റെയും സ്ഥാനം. ഏതൊരു വലിയ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുമ്പോഴും അതിലുള്ള ഓരോരുത്തരുടെയും സ്ഥാനം. അപ്പോൾ ഓരോരുത്തരും സ്വയം റെസ്പോൺസിബിൾ ആവണം. പക്ഷേ ഞാൻ മാത്രമാണ് എന്ന് വിചാരിക്കാൻ പാടില്ല. എല്ലാവരും കൂടിയിട്ടാണ് ഇത് നടത്തുന്നത്, ഈ ഷോ റൺ ചെയ്യുന്നത് എന്നുള്ള ഭാവമാണ്. അപ്പം ഞാനെന്ന് പൊങ്ങി വന്ന് മറ്റുള്ളവരോട് മത്സരിച്ച് നീയൊന്നും ചെയ്തില്ല, ഞാനാ ചെയ്ത് എന്ന് പറഞ്ഞ് ശണ്ടകൾ ഉണ്ടാകുമ്പോഴാണ് എല്ലാ സംഘടനകളും പിളരുന്നത്, തകരുന്നത്, വിജയമില്ലാതാവുന്നത്. അത് കുടുംബം മുതൽക്ക്, അല്ലേ, ഒരു മാരേജ് പോലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ പരസ്പരം അഭിനന്ദിക്കുക, പരസ്പരം പ്രോത്സാഹിപ്പിക്കുക, ഓരോരുത്തരുടെയും നന്മകളെ കാണുക, അവരുടെ കോൺട്രിബ്യൂഷനെ റെക്കഗ്നൈസ് ചെയ്യുക, വിലമതിക്കുക. അല്ലാതെ നിസ്സാരവൽക്കരിച്ച് അവരെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുമ്പോഴാണ് അകൽച്ചകൾ ഉണ്ടാകുന്നത്. എന്താ പറയുക, പ്രസ്ഥാനം തകർന്നു പോകുന്നത്, ക്ഷയിച്ചു പോകുന്നത്, തുരുമ്പെടുത്തു പോകുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ യജ്ഞസങ്കല്പം. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര. ഇപ്പോൾ യജ്ഞം എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്, സമഷ്ടിയാണ്. ആ സമഷ്ടിക്കായിക്കൊണ്ട് കർമ്മം ചെയ്യുക. ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്ക് വേണ്ടിയിട്ടല്ല, ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ്. ഇതിൻ്റെ റിസൾട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു പങ്ക് എനിക്കും തീർച്ചയായിട്ടും കിട്ടും. എല്ലാം എനിക്ക് കിട്ടണ്ട, അതിൻ്റെ ഒരു പങ്കാണ് എനിക്ക് കിട്ടേണ്ടത്. പങ്ക് തീർച്ചയായിട്ടും ഞാൻ അർഹനാവും, കിട്ടിയിരിക്കും. ഞാൻ നന്നായിട്ട് എൻ്റെ റോൾ ഭംഗിയായിട്ട് ചെയ്താൽ, മറ്റുള്ളവരുടെ റോളിലേക്ക് ഞാൻ ഇടങ്കോലിടാതിരുന്നാൽ, അവർക്കും അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുത്താൽ, എല്ലാവരും അവരവരുടേതായിട്ടുള്ള പ്രവൃത്തികൾ ഭംഗിയായി നിർവഹിച്ചാൽ, പരസ്പരം അനാവശ്യ മത്സരമില്ലാതെ ഒരു ആരോഗ്യകരമായിട്ടുള്ള മത്സരമാവാം. അത്രതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അതൊരു യജ്ഞകർമ്മമായി മാറുന്നു. അതല്ലാതെ സ്വാർത്ഥത പൊങ്ങി വരുമ്പോൾ കർമ്മബന്ധനം ഉണ്ടാകുന്നു. അതുകൊണ്ട് അർജുന, നീ മുക്തസംഗനായി യജ്ഞാർത്ഥമായി കർമ്മം ചെയ്താലും എന്ന് പറഞ്ഞു.
ഈ പ്രപഞ്ച വ്യവസ്ഥയെക്കുറിച്ച് ഭഗവാൻ പറയുകയാണ്. സഹയജ്ഞ പ്രജാ സൃഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യദ്വം യേശവോ അസ്തു ഇഷ്ടകാമദുക്ക്. ഈ പ്രപഞ്ചം ഏറ്റവും നന്നായിട്ട് നിലനിന്ന് പോകാൻ, അത് അഭിവൃദ്ധിയെ പ്രാപിക്കാൻ സൃഷ്ടികർത്താവ് തന്നെ ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. എല്ലാവരെയും സൃഷ്ടിക്കുമ്പോൾ തന്നെ എല്ലാവരുടെ ഉള്ളിലും ഈ ഒരു യജ്ഞസങ്കല്പം, യജ്ഞഭാവന, പരസ്പരം സഹകരിക്കുവാനുള്ള, പരസ്പരം ഒന്നിച്ചു നിൽക്കുവാനുള്ള ആ ഒരു സംസ്കാരം എല്ലാവരുടെ ഉള്ളിലും ഇൻബിൽട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് ഈശ്വരൻ, ആ സൃഷ്ടികർത്താവ്. അതാണ് സഹയജ്ഞാഹ പ്രജാഹ എന്ന് പറഞ്ഞത്. യജ്ഞസഹിതന്മാരായ പ്രജകളെ സൃഷ്ടിച്ചിട്ട് പുരാ ഉവാച പ്രജാപതി, പണ്ട് ആ സൃഷ്ടികർത്താവ് എല്ലാവരോടുമായിട്ട് പറഞ്ഞു. ഇതൊക്കെ ഒരു കഥ പറയും പോലെ പറയുന്നു എന്നേ ഉള്ളൂ. ഇത് എല്ലാവർക്കും വേണ്ട ഉള്ളിൽ തന്നെ ഇരുന്നു കൊണ്ടാണ് ഈ പ്രജാപതി പറയുന്നത്. എല്ലാവരുടെ ഉള്ളിലും ഇരുന്നു കൊണ്ട് പറയുന്നുണ്ട്. നമ്മളൊക്കെ കണ്ണടച്ച് ഉള്ളിലേക്ക് തിരിഞ്ഞാൽ നമുക്കൊക്കെ പറയുന്നത് കേൾക്കാം. ഈ പ്രജാപതിയുടെ വാക്കുകൾ നമുക്ക് ഉള്ളിൽ കേൾക്കാം. ഇപ്പൊ ഗീത കേൾക്കുമ്പോൾ നിങ്ങൾ കണ്ണടച്ച് ഉള്ളിലേക്ക് തിരിഞ്ഞാൽ ഉള്ളിൽ കേൾക്കാം ഈ പ്രജാപതിയുടെ വാക്കുകൾ. അനേന പ്രസവിഷ്യദ്വം, ഈ യജ്ഞം കൊണ്ട് നിങ്ങൾ വൃദ്ധിയെ പ്രാപിക്കുവിൻ. ഈ യജ്ഞമാണ് വൃദ്ധിക്കുള്ളതായിട്ടുള്ള വഴി. എല്ലാവരും ഒന്നിച്ച് സഹകരിച്ച് അവരവരുടേതായിട്ടുള്ള റോൾ ഭംഗിയായി നിർവഹിക്കുവിൻ. ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല ആരും. ഒറ്റയ്ക്ക് നിന്നാൽ ഒന്നും നേടാനാവില്ല. ഒറ്റയ്ക്ക് നിന്നാൽ എല്ലാം നശിച്ചു പോവുകയുള്ളൂ. എല്ലാവരും ഒന്നിച്ചു നിന്ന് പരസ്പരം സഹകരിച്ചുകൊണ്ട് ഒരാളുടെ കയ്യിലുള്ളത് മറ്റൊരാൾക്ക് കൊടുത്ത്, അയാളുടെ കയ്യിലുള്ളത് നമ്മുടെ കയ്യിലില്ലെങ്കിൽ തിരിച്ചിങ്ങോട്ട് വാങ്ങിച്ച്, ഇങ്ങനെ കൊടുക്കൽ വാങ്ങലുകൾ, ഷെയറിങ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൈ സഹായം കൊടുത്ത് പരസ്പരം സഹായിച്ചുകൊണ്ട് എല്ലാവരും മുന്നേറുവിൻ. അനേന പ്രസവിഷ്യദ്വം യേശവോ അസ്തു ഇഷ്ടകാമദുക്ക്. യേശഃ യജ്ഞഃ വഹ യുഷ്മാകം ഇഷ്ടകാമദുക്ക് അസ്തു. നിങ്ങൾക്ക് ഇഷ്ടകാമങ്ങളെ ദോഹനം ചെയ്യുന്ന കാമധേനുവായി ഭവിക്കട്ടെ. ഈ യജ്ഞം നിങ്ങൾക്ക് കാമധേനുവായി ഭവിക്കട്ടെ. ഈ യജ്ഞഭാവന നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകട്ടെ എന്നർത്ഥമാണ്. അപ്പോൾ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. അതിൻ്റെ ഭാഷ്യത്തിലൂടെ നമുക്ക് പോകാം. ഭാഷ്യം വായിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. സഹയജ്ഞ യജ്ഞസഹിതാഃ പ്രജാഃ ത്രയോ വർണ്ണാഃ താഃ സൃഷ്ട്വാ ഉൽപാദ്യ പുരാ സർഗാദൗ ഉവാച ഉക്തവാൻ പ്രജാപതിഃ പ്രജാനാം സ്രഷ്ടാ അനേന യജ്ഞേന പ്രസവിഷ്യദ്വം പ്രസവോ വൃദ്ധിഃ ഉൽപത്തിഃ താം കുരുദ്വം ഏഷഃ യജ്ഞോ വോ യുഷ്മാകം അസ്തു ഭവതു ഇഷ്ടകാമദുക്ക് ഇഷ്ടാൻ അഭിപ്രേതാൻ കാമാൻ ഫലവിശേഷാൻ ദോഗ്ധി ഇതി ഇഷ്ടകാമദുക്ക്. ഇതാണ് ഭാഷ്യം പറയുന്നത്. സഹയജ്ഞ യജ്ഞസഹിതാഃ, യജ്ഞസഹിതാഃ യജ്ഞസഹിതന്മാരായിട്ട്, ആര്? പ്രജാഃ പ്രജകളെ, യജ്ഞസഹിതന്മാരായ പ്രജകളെ സൃഷ്ട്വ എന്നാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ പ്രജാഹ എന്നുള്ളതിന് ഭാഷ്യകാരൻ ഒരു പ്രത്യേകമായിട്ട് ഒരു വ്യാഖ്യാനം കൊടുത്തു. ത്രയോ വർണ്ണാഹ താഹ സൃഷ്ട്വ എന്ന്. ഇവിടെ ത്രയോ വർണ്ണാഹ എന്ന് പറഞ്ഞാൽ വൈശ്യ ക്ഷത്രിയ ബ്രാഹ്മണാഹ, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യാഹ എന്ന അർത്ഥമാണ്. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഇവർക്ക് മാത്രമേ ഈ മൂന്ന് വിഭാഗങ്ങൾ എന്ന് വെച്ചാൽ ഒരു സംസ്കാരമുള്ളവർ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ സംസ്കാരമുള്ളവർക്ക് മാത്രമേ ഈ ഒരു ഉണർവ് ഉണ്ടാവുകയുള്ളൂ. എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ഈ യജ്ഞ സംസ്കാരം, സഹകരണ സംസ്കാരം, പരസ്പരം സഹകരിക്കുന്ന സ്വഭാവം. പക്ഷേ എല്ലാവരിലും അത് നല്ലപോലെ പ്രകടമല്ല. ഇതിൻ്റെ ഒരു ഉണർവ് എല്ലാവരിലും ഉണ്ടാവില്ല. കാരണം ഇവിടെ ശൂദ്രന്മാരെന്ന് പറയുമ്പോൾ ദേഹാഭിമാനികളാണ്.
ദേഹാഭിമാനികളായിട്ടുള്ള ആളുകൾക്ക് സ്വാർത്ഥത ഏറ്റവും കൂടുതലായിരിക്കും. അവരാണ് എനിക്കെന്ത് കിട്ടും, ആ എന്നെ കേന്ദ്രീകരിച്ച് ചിന്തിക്കുന്ന ദേഹാഭിമാനികളെയാണ് ഇവിടെ ശൂദ്ര വിഭാഗത്തിൽ പെടുത്തുന്നത്. ഇവിടെ എന്താ പറയുക, അച്ഛനമ്മമാരുടെ മക്കളായിട്ടല്ല അവിടെ കാണുന്നത്. ഇവിടെ 3 വർണ്ണങ്ങൾ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും വംശത്തിൽ പിറന്നവർ എന്നുള്ള അർത്ഥത്തിലല്ല, ഈ 3 ക്വാളിറ്റീസ് ഉള്ളവർ. സത്വഗുണ പ്രധാനികളായിട്ടുള്ളവരെയാണ് നമ്മുടെ ശാസ്ത്രം ഇവിടെ ഭഗവത്ഗീത പറയാൻ പോകുന്നുണ്ട്. ഇനി ഭഗവത്ഗീത വ്യക്തമായിട്ട് ബ്രാഹ്മണന്റെ സ്വഭാവം പറയാൻ പോകുന്നുണ്ട്. ആരാണ് ബ്രാഹ്മണൻ? അപ്പോൾ സത്വഗുണ പ്രധാനമാണ്. സത്വഗുണം വർദ്ധിച്ച് ബുദ്ധിക്ക് വികാസമുള്ളവനും ദൈവീകമായ കാര്യങ്ങളിൽ ഏറ്റവും താല്പര്യമുള്ളവനും വേദം പഠിക്കുക, പഠിപ്പിക്കുക, വൈദികങ്ങളായ കർമ്മങ്ങൾ സ്വയം അനുഷ്ഠിക്കുക, മറ്റുള്ളവരെ കൊണ്ട് അനുഷ്ഠിപ്പിക്കുക, ഇതൊക്കെയാണ് അയാളുടെ സ്വഭാവം. അപ്പോൾ ആ ഒരു ഉയർന്ന ചിന്താഗതി, ഇൻ്റലക്ച്വൽ ലെവൽ, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകളെയാണ് ഇവിടെ ബ്രാഹ്മണ ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ചോമ്പേരികളും ചാപ്പാട്ടുരാമന്മാരുമായിട്ടുള്ള ഏതെങ്കിലും മന്ദന്മാരെ അല്ല. അതൊക്കെ ഗീത മുഴുവൻ കുറെ കൂടി പോകുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഈ അധ്യായത്തിൽ തന്നെ ചാതുർവർണ്ണ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അത് കഴിഞ്ഞ് കൂടുതൽ വരുന്നത് 18-ാം അധ്യായത്തിലാണ്. 18-ാം അധ്യായത്തിലാണ് ഇവരുടെ ഓരോരുത്തരുടെയും യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത്. ഭഗവാൻ തന്നെ പറയുന്നത് ഇന്നവരുടെ സ്വഭാവമാണ് എന്ന്. അപ്പോൾ ആ സ്വഭാവം കൊണ്ടാണ് നമുക്ക് ആളെ തിരിച്ചറിയേണ്ടത്. അല്ലാതെ അവരിട്ടിരിക്കുന്ന പൂണൂലിൻ്റെ ഘനം നോക്കിയിട്ടോ ആളുടെ ശരീരത്തിൻ്റെ തൊലിയുടെ വെളുപ്പ് നോക്കിയിട്ടോ അല്ല. ആരുടെ മകനാണെന്ന് നോക്കിയിട്ടോ അയാളുടെ പേരിൻ്റെ വാലെന്താണെന്ന് നോക്കിയിട്ടോ അയ്യരെന്നോ അയ്യങ്കാരെന്നോ നമ്പൂതിരി എന്നോ പട്ടേരി എന്നോ അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിൽ പോയാൽ വേറെ ഓരോ പേരുകൾ, ദ്വിവേദി, ത്രിവേദി, ചതുർവേദി എന്നൊക്കെ പേരിട്ടത് കൊണ്ടോ ഒന്നും ആയില്ല. അതൊക്കെ പാരമ്പര്യമായിട്ട് ഇട്ടുവരുന്ന ഒരു ഐഡൻറ്റിറ്റി അവരുടേതായിട്ടുള്ള അവർ സൂക്ഷിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവർ ഇന്ന വംശത്തിൽ വരുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി. അതുകൊണ്ട് അവർ ബ്രാഹ്മണരാവുന്നില്ല. ഇവിടെ പറഞ്ഞു വരുമ്പോൾ ഈ സത്വഗുണ പ്രധാനം ആയിട്ടുള്ളവനെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. രജോഗുണ പ്രധാനിയായിട്ടുള്ളവനാണ് ക്ഷത്രിയൻ. അതേപോലെ രജോഗുണ പ്രധാനി തന്നെയാണ് വൈശ്യനും. ആ രജോഗുണത്തിൻ്റെ കൂടെ സത്വഗുണമായിരിക്കും കൂടുതൽ ക്ഷത്രിയന്, തമോ ഗുണമായിരിക്കും വൈശ്യന്. ആ റേഷ്യോ ഒരു 60% സത്വഗുണം, ഒരു 30 അല്ലെങ്കിൽ 20% രജോഗുണം, 20% തമോ ഗുണം ആണെങ്കിൽ അവന് റേഷ്യോ ഒക്കെ മാറാകട്ടോ. വെറുതെ ഒരു ആവറേജ് പറഞ്ഞു എന്ന് മാത്രം. അവനെ ബ്രാഹ്മണൻ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഒരു 50% സത്വഗുണം, 25% രജോഗുണം, 25% തമോ ഗുണം, അവനൊക്കെ ബ്രാഹ്മണ പ്രധാനമായിട്ടുള്ള സ്വഭാവമാണ്. 50%മോ അതിൽ കൂടുതലോ സത്വഗുണം ഉണ്ടെങ്കിൽ അവൻ ബ്രാഹ്മണ സ്വഭാവമാണ്. ഇനി അതുപോലെ 50%മോ അതിൽ മുകളിലോ രജോഗുണവും അതിന് തൊട്ട് താഴെ അധികം സത്വഗുണവും തമോ ഗുണം കുറഞ്ഞു ഇരിക്കുന്നവനാണ് ക്ഷത്രിയൻ എന്ന് വിളിക്കുക. പെർസെൻറ്റേജിൽ തമോ ഗുണം ഏറ്റവും കുറവും അതിൽ കൂടുതൽ രജോഗുണവും സത്വഗുണവും ഏറ്റവും കൂടുതൽ രജോഗുണവും വന്നാൽ അവൻ ക്ഷത്രിയൻ. അതുപോലെ കൂടുതൽ രജോഗുണവും അതിൻ്റെ തൊട്ട് താഴെ 2-ാം സ്ഥാനത്ത് തമോ ഗുണവും 3-ാം സ്ഥാനത്ത് സത്വഗുണവും നിൽക്കുന്നവനാണ് വൈശ്യൻ എന്നുള്ളതായിട്ടുള്ള ആ സംസ്കാരം. അപ്പം ഇങ്ങനെയുള്ള ആ ഗുണ റേഷ്യോ അതനുസരിച്ചാണ് അവരുടെ പ്രവൃത്തികളും അവരുടെ മനോഭാവവും. അവരുടെ ഉള്ളിൽ കുറേയൊക്കെ വികാസമുണ്ട്, സ്വാർത്ഥത കുറയും. അവർ ശാസ്ത്രങ്ങളൊക്കെ കുറേയൊക്കെ പഠിക്കുന്നു, മറ്റുള്ളവരിൽ നിന്ന് കണ്ടറിയുന്നു, പൂർവികരിൽ നിന്നും അല്ലെങ്കിൽ ഗുരുക്കന്മാരിൽ നിന്നും കാരണവന്മാരിൽ നിന്നുമൊക്കെ പഠിച്ച് കുറേയൊക്കെ ജീവിതത്തിൽ സംസ്കാരം പുലർത്തുന്നവരെയാണ് ഈ പറഞ്ഞ ത്രിവർണ്ണങ്ങളിൽ പെട്ടിരിക്കുന്നത്. ത്രയോ വർണ്ണാഹ. മറ്റത് ഒരു സംസ്കാരവുമില്ലാതെ ദേഹാഭിമാനികളായിട്ട് എനിക്കെന്ത് കിട്ടും, ആ ഒരു സംസ്കാരം മാത്രമേ ഉള്ളൂ, സ്വാർത്ഥത മാത്രമേ ഉള്ളൂ.
എങ്ങനെയെങ്കിലും ആരുടെ തലയിൽ മുളകരച്ചിട്ടാണെങ്കിലും എനിക്ക് കിട്ടേണ്ടത് കിട്ടണം എന്ന് മാത്രം, സ്വന്തം ദേഹത്തെക്കുറിച്ച് മാത്രം അഭിമാനമുള്ളവർ, ആ ദേഹാഭിമാനികളായിട്ടുള്ള ആളുകളെയാണ് ശൂദ്രൻ എന്ന് പറയുന്നത്. അവർക്ക് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാനുള്ള താല്പര്യമൊക്കെ കുറവാണ്. എന്ത് കാര്യവും മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാനോ കൂടുതൽ അറിവ് നേടാനോ എന്താ പറയുക, സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രവർത്തിക്കാനോ ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനോ ഒരു കോൺട്രിബ്യൂട്ടറായി മാറാനോ ഒന്നും അവർക്ക് സാധിക്കില്ല. അങ്ങനെ അത്യന്തം പ്രാകൃതരും സ്വാർത്ഥരും ദേഹാഭിമാനികളും ആയിരിക്കുന്ന ആളുകളാണ് ഈ ശൂദ്രപ്രായന്മാർ. അവർ ഏതെങ്കിലും കുലത്തിൽ ജനിച്ചവരല്ല, കറുത്തവരോ വിദ്യാഭ്യാസം കുറഞ്ഞവരോ എന്നൊന്നും അർത്ഥമില്ല, ഏതെങ്കിലും തൊഴിലെടുക്കുന്നവർ എന്നോ ഒന്നുമില്ല. ആരാ ഈ ഞങ്ങളെപ്പോലെ എന്ന് പറയുന്നത്? അങ്ങനെയല്ല, നിങ്ങളെപ്പോലെ ഒന്നുമല്ല. നിങ്ങളെപ്പോലെ ആണെങ്കിൽ നിങ്ങളിപ്പോൾ ഇത് കേൾക്കാൻ വരുമോ? ഇത് കേൾക്കാൻ പോലും വരാത്ത ആളുകളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതൊന്നും കേൾക്കാൻ ഒരു താല്പര്യവുമില്ലാത്തവരും അല്പം പോലും മറ്റുള്ളവർക്ക് വേണ്ടി ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറില്ലാത്തവരും മറ്റുള്ളവരെ തൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നവരും, മറ്റുള്ളവരോട് കൂട്ടൊക്കെ കൂടും എന്തിനു വേണ്ടി? അവരുടെ തോളിൽ കയറി നിന്ന് തനിക്ക് കാര്യം സാധിക്കാൻ വേണ്ടി. അപ്പോൾ ആ ഒരു നോട്ടം, അസുര സ്വഭാവം. അസുരന്മാരും കൂട്ടം കൂടും, എല്ലാവരുമായിട്ടും കൂട്ടുകൂടും. എന്തിനു വേണ്ടി? അവരുടെ കാര്യം സാധിക്കാൻ. കാര്യം സാധിച്ചു കഴിഞ്ഞാലോ അവർ തമ്മിൽ പരസ്പരം തല്ലുകൂടും. വേറെ ഏതെങ്കിലും കാര്യം സാധിക്കാൻ ചിലപ്പോൾ ഒന്നിച്ച് നിന്നു കഴിഞ്ഞാലും പിന്നീട് അവർ തമ്മിൽ കലഹം കൂടും. നമ്മുടെ പാലാഴി മദനം കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, ആ അമൃത് തട്ടിയെടുത്തത് ആ അസുര സ്വഭാവം. അത് കഴിഞ്ഞിട്ട് എന്തായി? അവർ തമ്മിൽ അടികൂടാൻ തുടങ്ങി. അവർ തമ്മിൽ അടികൂടിയില്ലായിരുന്നെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അവരുടെ സ്വന്തം ശക്തി ഉപയോഗിച്ചുകൊണ്ട് എല്ലാവർക്കും, ആ അസുരന്മാർക്ക് മാത്രമായിട്ട് അമൃത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യായിരുന്നു. അപ്പൊ അവരുടെ ഉള്ളിൽ കലഹമുണ്ടായി. ഞാൻ നീ എന്ന് പറഞ്ഞിട്ട് അവർ കലഹിച്ചതോട് കൂടിയിട്ട് ആർക്കും അനുഭവിക്കാൻ കഴിഞ്ഞില്ല. അത് ആൺകുട്ടികൾ തട്ടിക്കൊണ്ടുപോയി. അത് ഓർക്കുക. പിന്നെ അവർക്കൊന്നും ഒരു വിലയുമില്ല, അവർക്കൊന്നും ഒരു റോളും ഇല്ല. ഒക്കെ എൻ്റെ വിജയം, ഞാൻ നേടിയത്. നിങ്ങൾക്ക് കിറ്റ് കിട്ടിയില്ലേ നക്കാൻ? നക്കിയിട്ട് മിണ്ടാതെ വോട്ട് ചെയ്തിട്ട് പൊക്കോളണം. എങ്ങനെയൊക്കെ പറയുന്ന കൂട്ടരാണവർ. മനസ്സിലാവുണ്ടോ? ഇന്നുണ്ട്, ഇന്നും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഈ പറയുന്ന ആളുകളുടെയൊക്കെ വോട്ട് മേടിച്ചിട്ട് തലപ്പത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള ധാർഷ്ട്യം, ആ വോട്ട് ചെയ്തവരൊന്നും ഒന്നുമല്ല തൻ്റെ മുമ്പിൽ. അവർ കൂടെ നിന്നൊരു സെൽഫി എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ തട്ടിത്തെറിപ്പിക്കും കടക്ക് പുറത്ത്. കാണാലോ, നമുക്ക് കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ ഇഷ്ടം പോലെ. എത്ര കടക്ക് പുറത്തുകൾ. ആരോടാ ഈ കടക്ക് പുറത്ത് എന്ന് പറയുന്നത്? അപ്പോൾ ഒട്ടും വിനയമില്ലാതെ ആ ധാർഷ്ട്യം പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാം എൻ്റെ കഴിവാണ്, ഞാൻ മാത്രമാണ് കേമൻ എന്ന് വിചാരിച്ചുകൊണ്ട് ഇതെല്ലാം എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയുള്ളതാണ്, എൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് കരുതി ആ ഒരു ഏകാധിപത്യ പ്രവണതയും ഒക്കെ വരുന്നത് ഈ പറഞ്ഞ ഗുണങ്ങളിൽ നിന്നാണ്. ഏത് ഗുണങ്ങളിൽ നിന്നും? ഈ തമോ ഗുണത്തിൽ നിന്നാണ്. ഈ ശൂദ്രപ്രായന്മാരായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവുന്നതാണ്. അവർക്കും അത്യാവശ്യം നേതൃഗുണങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ആ നേതൃഗുണങ്ങളെപ്പോലും അവർ ഉപയോഗിക്കുന്നത് ഈ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം അതുകൊണ്ട് അവിടെ ആ സംസ്കാരം ഉള്ളവരെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ശങ്കരാചാര്യരുടെ ഇതിൽ ത്രയോ വർണ്ണാഹ, ആ ദേഹാഭിമാനം വിട്ട് മറ്റുള്ളവരെ കൂടി ഉൾക്കൊള്ളാനുള്ളതായിട്ടുള്ള ഒരു വിശാലത വന്നവരെയാണ് ദ്വിജന്മാരെന്ന് പറയുക. ആ ദ്വിജന്മാരിൽ പെടുന്നവരാണ് ഈ 3 വർണ്ണങ്ങളും. ദ്വിജത്വം എന്നാൽ രണ്ടാം ജന്മം. രണ്ടാം ജന്മം എന്ന് പറഞ്ഞാൽ
ആദ്യത്തെ ജന്മം അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഒന്നാമത്തെ ജന്മം. രണ്ടാമത്തെ ജന്മം അവനവൻ്റെ ശരീരബോധത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കലാണ്. ഞാൻ ഈ ദേഹമല്ല, ഞാൻ അതിലും ഉപരിയാണ്. ദേഹത്തിനും അപ്പുറത്തുള്ളതായിട്ടുള്ള ഒരു മാനം എനിക്കുണ്ട്. ഈ ദേഹത്തിൻ്റെ ആവശ്യം കൊണ്ട് മാത്രം ഞാൻ തൃപ്തനാവുന്നില്ല, അല്ലേ? ഭക്ഷണം കഴിച്ചത് കൊണ്ട് മാത്രം തൃപ്തിയാവുന്നില്ല. ഭക്ഷണം കൊണ്ട് മാത്രം തൃപ്തിയാവുന്നത് പല ജന്തുക്കൾക്കുമാണ്. ആ ജന്തു സഹജമായ സ്വഭാവം ഉള്ളവരൊക്കെ ശൂദ്രന്മാരാണ്. ജന്തുക്കൾക്കുണ്ട് മേറ്റിംഗ് സ്വഭാവം, അതും ഉണ്ടാവും, അതും ഉണ്ടാവും നല്ലോണം, അല്ലേ? ആഹാര, നിദ്ര, ഭയമൈഥുനാദികൾ, ഈ 4 കാര്യങ്ങളിൽ മാത്രം ചിന്തിക്കുന്നവരാണ് ജന്തുക്കൾ. ആ ജന്തുക്കളെ പോലെ ചിന്തിക്കുന്നവർ മനുഷ്യന്മാരിൽ ശൂദ്രന്മാർ. എനിക്ക് എൻ്റെ ദേഹത്തിന് വേണ്ട ആഹാരം കിട്ടണം, എനിക്കെപ്പോഴും വിശ്രമിക്കണം, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ വേറൊന്നിനും വേണ്ടിയിട്ടോ അധ്വാനിക്കുകയൊന്നുമില്ല, എനിക്ക് വിശ്രമിക്കണം. അപ്പോൾ എൻ്റെ ആഹാരത്തിന് വേണ്ടി മാത്രം ഞാൻ എളുപ്പപ്പണി എന്തെങ്കിലും ചെയ്ത് കുറച്ച് ആഹാരം കഴിക്കും. അത് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അതിനു വേണ്ടിയെങ്കിലും പണിയെടുക്കുന്നത്. അത് കഴിഞ്ഞാൽ എനിക്ക് വിശ്രമിക്കണം, പിന്നെ എനിക്ക് സുഖമായിട്ട് ഉറങ്ങണം, പിന്നെ എനിക്ക് മൈഥുനം, ഇണചേരൽ, ദാമ്പത്യം, ആ സുഖം അനുഭവിക്കണം. അത് എല്ലാ ജന്തുക്കൾക്കുള്ളതാണ്. അപ്പം ഈ ചിന്ത മാത്രമുള്ള മനുഷ്യരെ പശു സമാനന്മാരായിട്ടാണ് ഈ ഭാരതത്തിൽ വ്യാസൻ പറയുന്നത്. മഹാഭാരതത്തിൽ പറയുന്നു, ആഹാര, നിദ്ര, ഭയമൈഥുനം ച സാമാന്യമേതത് പശുഭിർ നരാണാം. ആഹാര, നിദ്ര, ഭയമൈഥുനം ച സാമാന്യമേതത് പശുഭിർ നരാണാം. ധർമ്മോ ഹി തേഷാം അധികോ നരാണാം. ധർമ്മേണ ഹീന പശുഭി സമാന. ധർമ്മോ ഹി തേഷാം അധികോ നരാണാം. ധർമ്മേണ ഹീന പശുഭി സമാനാ. അപ്പോ ആഹാരം, നിദ്ര, ഭയം, മൈഥുനം, ഈ 4 കാര്യങ്ങൾ സാമാന്യം, ഇറ്റ്സ് കോമൺ ടു ഓൾ. സാമാന്യമേതത് പശുഭിഹി നരാണാം. നരാണാം ഏതത് പശുഭിഹി സാമാന്യം. പശുക്കളെ പോലെ തന്നെ, എല്ലാ ജീവജാലങ്ങളെയും പോലെ തന്നെ, എല്ലാ ജന്തുക്കളെയും പോലെ തന്നെ, ഇറ്റ്സ് കോമൺ ടു ഓൾ ലിവിങ് ബീയിങ്സ്. ആഹാര, നിദ്ര, ഭയമൈഥുനം ച സാമാന്യമേതത് പശുഭിർ നരാണാം. എന്നാൽ ധർമ്മോഹി തേഷാം അധികോ നരാണാം. തേഷാം, ഈ പറഞ്ഞ പശുസമാനന്മാരായവരെക്കാൾ തേഷാം അധികഃ നരാണാം ധർമ്മഃ. അപ്പോൾ ധർമ്മചിന്ത ആരിലുണ്ടോ അവരാണ് മനുഷ്യന്മാരെന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് പെടുന്നുള്ളൂ. ധർമ്മചിന്ത ഉദിച്ചു വരുമ്പോൾ മാത്രമേ ഒരു മനുഷ്യനാവുന്നുള്ളൂ. എന്താണ് ധർമ്മം? ധർമ്മം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ നിയമവ്യവസ്ഥകളെ കുറിച്ചിട്ടുള്ള ചിന്ത, ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ചിട്ടുള്ള ചിന്ത. എങ്ങനെയാണ് ഈ പ്രപഞ്ചം നിലനിന്ന് പോകുന്നത്, അതിന്റെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? അപ്പോൾ അതിൻ്റെ ഉള്ളിൽപ്പെട്ടിരിക്കുന്ന ഞാനും അത് അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. ഞാനും എൻ്റെ റോൾ നിർവഹിക്കണം, എൻ്റെ പങ്ക് ഞാനും അവിടെ കൊടുക്കണം, എന്നാലാവുന്നത് ഞാനും കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഞാൻ ചെയ്യാവുന്നത് മാത്രമേ ചെയ്യാവൂ, അരുതാത്തതൊന്നും ചെയ്തുകൂടാ. അതൊക്കെ ഈ ധർമ്മത്തിന് ഹാനി ഉണ്ടാക്കുന്നതാണ്. ധർമ്മം എന്നാൽ ഈ പ്രപഞ്ച താളം, ഈ പ്രപഞ്ച വ്യവസ്ഥ, അതിൽ അപശ്രുതി ഉണ്ടാക്കുന്ന, അതിന് ഹാനി ഉണ്ടാക്കുന്ന, അതിന് നാശമുണ്ടാക്കുന്ന, ഈ പ്രപഞ്ച വ്യവസ്ഥയെ തകർക്കുന്ന, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന പ്രവൃത്തികളൊക്കെ അധർമ്മമാണ്. അപ്പോൾ ആ അധർമ്മം ചെയ്യാതെ ധർമ്മചിന്ത ആർക്കുണ്ടോ അവരെയാണ് നരന്മാരെന്ന് വകുപ്പിലേക്ക് പെടുത്താൻ പറ്റുള്ളൂ. ധർമ്മോഹി തേഷാം അധികോ നരാണാം. ധർമ്മേന ഹീന പശുഭിസ് സമാനാഹ. ധർമ്മേന ഹീന, ധർമ്മചിന്ത ഇല്ലാത്തവർ പശുഭിസ് സമാനാഹ, ആ പശുക്കളോട് തുല്യന്മാർ തന്നെയാകുന്നു.
ധർമ്മരഹിതന്മാരായിട്ടുള്ളവർ, സ്വാർത്ഥന്മാരായിട്ടുള്ളവർ, സമൂഹവുമായിട്ട് പ്രപഞ്ചവുമായിട്ട് താളത്തിൽ ഒത്തുപോകാത്തവർ, അതിൽ നിന്ന് വ്യതിരിക്തരായി ഞാൻ വേറെ, ഞാൻ ഒറ്റയ്ക്കാണ് എന്നാരാണോ സെൽഫ് സെൻറ്റേർഡ് ആവുന്നത്, ഈ പ്രപഞ്ചവുമായിട്ട് ലയിച്ചു ചേരാതെ, ഈ സമഷ്ടിയുമായിട്ട് ഐക്യപ്പെടാതെ, സ്വയം അതിൽ നിന്ന് വേർപെടുത്തി ഞാൻ സ്പെഷ്യലാണ് എന്ന് കരുതി താൻ മാത്രം സ്വന്തം കാര്യം മാത്രം നോക്കുന്നവനായി മാറി നിൽക്കുമ്പോൾ, സ്വയം ഒറ്റപ്പെടുത്തുമ്പോൾ അവനവൻ തന്നെയാണ് അവനവനെ ഒറ്റപ്പെടുത്തുന്നത്, വേറെ ആരുമല്ല. സ്വയം ഏലിയനേറ്റ് ചെയ്യണം. ഞാൻ തന്നെ എന്നെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ച് മാറ്റുകയാണ്. ഞാൻ സ്പെഷ്യലാണ്, ഞാൻ എൻ്റെ കാര്യം നോക്കണം. ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്നതോടുകൂടി അവൻ സ്വാർത്ഥനും സ്വന്തം സ്വകേന്ദ്രീകൃതം സെൽഫ് സെൻറ്റേർഡായി മാറുന്നു. പിന്നെ അവൻ്റെ ചിന്തകളെല്ലാം എനിക്കെന്ത് കിട്ടും, മറ്റുള്ളവരെയൊക്കെ എങ്ങനെ ഉപയോഗിക്കാം, എക്സ്പ്ലോയിറ്റ് ചെയ്യാം, എല്ലാവരെയും എങ്ങനെ നയത്തിൽ ഉപയോഗിക്കാം. ഇപ്പോൾ എല്ലാ അസുരന്മാരും ദുഷ്ടന്മാരും മറ്റുള്ളവരെ ഉപയോഗിച്ചിട്ടുണ്ട്. ഹിരണ്യകശിപു ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ സൈന്യത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. കംസനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെയും മന്ത്രിമാരെയും സൈന്യത്തെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. രാവണനാണെങ്കിലും കൂടെയുള്ളവരെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അവർ ബലം ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും നക്കാപ്പിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അവരെ കൂടെ നിർത്തുന്നു. അവരുടെ സ്വന്തം ശക്തി, കായിക ബലം ഉപയോഗിച്ചുകൊണ്ടും ആ ഐശ്വര്യവും അധികാരവും ഉപയോഗിച്ചുകൊണ്ടും മറ്റുള്ളവർക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്തുകൊണ്ടും അവരെ അധീനതയിൽ നിർത്തിക്കൊണ്ട് അജ്ഞാനുവർത്തികളായി നിർത്തിക്കൊണ്ട് സ്വന്തം കാര്യം നേടാനായിട്ട് ഉപയോഗിക്കുന്നു. സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അതിനു വേണ്ടി മറ്റവർ മരിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പം തൻ്റെ സ്വന്തം കാമത്തെ പൂർത്തീകരിക്കാൻ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുവന്നു. ആ രാവണന്റെ കാമപൂർത്തീകരണത്തിനായിക്കൊണ്ട് രാക്ഷസന്മാരെ മുഴുവൻ കൊലയ്ക്ക് കൊടുത്തു. അപ്പോൾ രാക്ഷസന്മാരുടെ വെൽബീയിങ്ങിനെ കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു. യഥാർത്ഥ ഒരു നല്ലൊരു പ്രജാസ്നേഹമുള്ള നായകനായിരുന്നു അദ്ദേഹം എങ്കിൽ തനിക്ക് വേണ്ടി ആരും മരിക്കാൻ പാടില്ല എന്നല്ലേ ചിന്തിക്കേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിന് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ട്, കഴിവുണ്ട്, എല്ലാ സാമർഥ്യവുമുണ്ട്. പക്ഷെ അദ്ദേഹം ഏതുപോലെ പെരുമാറിയത്? അദ്ദേഹം ഈ ശൂദ്രനെ പോലെയാണ് പെരുമാറിയത്, അല്ലെങ്കിൽ അതിലും മോശമായിട്ടാണ് പെരുമാറിയത്. അപ്പോൾ ഈ പറഞ്ഞ സ്ഥാനമാനങ്ങളോ എന്താ പറയുക, ആരുടെ മകനായി ജനിച്ചു എന്നുള്ളതോ അല്ലേ, വിശ്രവസിൻ്റെ പുത്രനായിട്ടാണ് ജനിച്ചത്. വിശ്രവസ് നല്ലൊരു ബ്രാഹ്മണനായിരുന്നു, കുബേരൻ്റെ അച്ഛൻ തന്നെയായിരുന്നു. ആ വിശ്രവസിൻ്റെ പുത്രനാണ് വൈശ്രവണനായ കുബേരൻ. അപ്പോൾ കുബേരൻ നല്ല ഗുണമുള്ള ജ്യേഷ്ഠനായിരുന്നു. ആരുടെ? രാവണൻ്റെ. അമ്മമാർ രണ്ടും വ്യത്യാസമുണ്ട്. രണ്ടമ്മമാരിലുണ്ടായ മക്കളാണെന്ന് മാത്രം. അച്ഛൻ ഒന്നാണ്, ബീജദാതാവ് ഒരാൾ തന്നെയാണ്. ഒരേ വിശ്രവസിൻ്റെ രണ്ട് മക്കളാണ് രാവണനും കുബേരനും. പക്ഷേ കുബേരനിൽ നന്മകളൊക്കെ കാണാം, രാവണനിൽ എല്ലാ തിന്മകളും കാണാം. അപ്പോൾ ജന്മം കൊണ്ടാണോ? നല്ല അച്ഛന് ജനിച്ചിട്ട് ഇതാണോ ഉണ്ടായത്? അപ്പോൾ ആ ജന്മം കൊണ്ടല്ല, അത് സംസ്കാരം, അവനവൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള സംസ്കാരം, രാക്ഷസ സ്വഭാവം. ആ സ്വഭാവം കൊണ്ടാണ് അയാൾ രാക്ഷസനായത്, അല്ല ജന്മം കൊണ്ടല്ല രാക്ഷസനാവുന്നത്. പ്രവൃത്തി ദോഷം കൊണ്ട്, സ്വാർത്ഥത കൊണ്ട്, തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി തൻ്റെ കൈക്കരുത്ത് ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെയൊക്കെ തൻ്റെ കാൽ കീഴിൽ ഞെരിച്ച് തൻ്റെ സ്വാർത്ഥത നേടാൻ ആരെയും കൊലയ്ക്ക് കൊടുക്കാനും തയ്യാറാവുന്ന ഒരു ശക്തൻ. അപ്പം അയാൾ പൂണോലിട്ടത് കൊണ്ടോ ബ്രാഹ്മണൻ എന്ന് വിളിച്ചത് കൊണ്ടോ ഒന്നും ആയില്ല. അയാൾ ബ്രാഹ്മണൻ തന്നെയാണ്. രാവണൻ ഒരു ബ്രാഹ്മണൻ തന്നെയാണ്, വേണമെങ്കിൽ ബൈ ബർത്ത് ബ്രാഹ്മണനായതുകൊണ്ട് അദ്ദേഹം ബ്രാഹ്മണനായില്ല, അദ്ദേഹം രാക്ഷസനാണായത്. അപ്പോൾ ഇവിടെ അതുപോലെയുള്ള ആൾക്കാരെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഇവിടെ ത്രയോ വർണ്ണാഹ എന്ന് പറയുമ്പോൾ നമുക്ക് ശങ്കരാചാര്യർ ഈ എന്താ പറയുക വർണ്ണാശ്രമ കാര്യങ്ങളിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളാണെന്ന് തോന്നും. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു വർണ്ണമുണ്ട്. അദ്ദേഹം ആ വർണ്ണം എന്നുള്ള പ്രയോഗം ചെയ്യുമ്പോൾ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കൃതികളിലൊക്കെ എല്ലാ ഭാഗത്തും വ്യക്തമാക്കിയിട്ടുണ്ട്. അത് മനസ്സിലാക്കിയാലേ ശങ്കരാചാര്യർ എന്താണ് ഈ ത്രൈവർണ്യത്തെക്കുറിച്ച് പറയുന്നത്, സംസ്കാരരഹിതന്മാരായിട്ടുള്ള ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. ഒരു തരത്തിലുള്ള നന്മകളും ഉള്ളിൽ ഇല്ലാത്തവർ. അപ്പം ഞാൻ പറഞ്ഞു വന്ന ആ ദ്വിജ ശബ്ദത്തിൻ്റെ അർത്ഥം കൂടിയാണ്. ദ്വിജന്മാരെന്നാൽ വൈശ്യനും ക്ഷത്രിയനും ബ്രാഹ്മണനും 3 കൂട്ടരും ദ്വിജന്മാരാണ്. എന്ന് വെച്ചാൽ ആ സംസ്കാരമുള്ളവരൊക്കെ ദ്വിജന്മാരാണ്. യാതൊരു സംസ്കാരവും ഇല്ലാത്തവനെയാണ് ശൂദ്രൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്വന്തം ശരീരാഭിമാനം വെടിഞ്ഞ് അതിൽ നിന്ന് പുറത്തേക്ക് കടന്നിട്ടുള്ളവർ. എൻ്റെ ബ്രെഡ് കൊണ്ട് മാത്രം എനിക്ക് തൃപ്തിയാവില്ല, അതിലും ഉപരിയായിട്ടുള്ള പലതും വേണം. കിറ്റ് കിട്ടിയതുകൊണ്ട് മാത്രം എൻ്റെ പ്രശ്നം തീരില്ല, ഒരുപാട് പ്രശ്നങ്ങൾ വേറെയും ഉണ്ട് എന്ന് ചിന്തിക്കാൻ കഴിയണം. മറ്റത് കിറ്റ് കിട്ടിയാൽ മാത്രം മതി, കള്ള് കിട്ടിയാൽ മാത്രം മതി, അല്ലേ? ഇപ്പോൾ ഈ വോട്ട് കൊടുക്കുന്നതിൽ നല്ലൊരു ശതമാനം ആളുകളും ഇത്രയും ബാറുകൾ തുറന്നു കൊടുത്തതിൻ്റെ പേരിലാണ്. നമ്മുടെ ഈ ഗവൺമെൻറ് 5 കൊല്ലം മുമ്പ് ഭരണത്തിൽ വരുമ്പോൾ വെറും 29 ബാറുകളെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ അതിനു മുമ്പുള്ള ഗവൺമെൻറ് എല്ലാ മദ്യനിരോധനത്തിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ ആരംഭിച്ച് ബാറുകളൊക്കെ പൂട്ടിച്ച് റീറ്റെയിൽ ഷോപ്പുകൾ പോലും പൂട്ടി തുടങ്ങുകയായിരുന്നു. മറ്റ് പ്രൈവറ്റ് റീറ്റെയിൽ ഷോപ്പുകളൊക്കെ പൂട്ടി ഓൺലി പബ്ലിക് സെക്ടറിലുള്ള ബീവറേജസ് കോർപ്പറേഷനിലൂടെ മാത്രം സെയിൽസ് ഉണ്ടായിരുന്നുള്ളൂ. അതുപോലും കുറച്ച് കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന മദ്യവർജനത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നതായിട്ടുള്ള നമ്മുടെ കേരളത്തെ ശരിക്കും മദ്യത്തിൽ കുളിപ്പിച്ച് കിടത്തി. 630ഓളം ബാറുകളാണ് ഇപ്പോൾ ഉള്ളത്. ഈ 5 കൊല്ലം കൊണ്ട് പുതിയ ബാറുകൾക്ക് ലൈസൻസ് കൊടുത്തത് 630 മാറ്റി നമ്മുടെ ഇപ്പോഴത്തെ സർക്കാർ. അതുമാത്രമല്ലാതെ റീറ്റെയിൽ ഷോപ്പുകളുടെ എണ്ണം കൂട്ടി. പണ്ട് കുറച്ച് കൊണ്ടുവന്നിരുന്നത് ഇപ്പോൾ മുക്കിനും മൂലയ്ക്കും ബിവറേജസ് ഷോപ്പ് എണ്ണം കൂട്ടിക്കൊടുത്തു. അങ്ങനെ എന്താ പറയുക, ഈസിലി അവൈലബിൾ, അക്സസിബിൾ. അപ്പോൾ എത്ര കഷ്ടപ്പെട്ട് എത്ര കാശുണ്ടാക്കിയാലും അതൊന്നും വീടുകളിലേക്ക് എത്തുന്നില്ല. ഇപ്പോൾ 700, 800, 900, 1000 നിത്യ വരുമാനമുള്ളതായിട്ടുള്ള കൂലിപ്പണിക്കാർ ആ കിട്ടുന്ന പൈസ പകുതിയിലധികം മദ്യഷാപ്പിൽ കൊടുത്ത് ബാക്കിയുള്ളത് ലോട്ടറിയും കൂടി വാങ്ങിച്ച് വീട്ടിലെത്തുമ്പോൾ ഒന്നും ഉണ്ടാവില്ല കയ്യിൽ. മിക്കവാറും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നക്കാപ്പിച്ച വല്ലതും വീട്ടിൽ കൊടുക്കും. അപ്പോൾ ഈ പാവപ്പെട്ടവരെ മുഴുവൻ ഇങ്ങനെ ചൂഷണം ചെയ്യുന്ന ആ ഒരു ഭരണാധികാരി, കാരണം അതിലൂടെയാണ് വരുമാനം, ഇവർക്ക് ദൂർത്തടിക്കാനുള്ള വരുമാനം മുഴുവൻ, ഈ എല്ലാ അഴിമതികൾക്കും കൊള്ളരുതായ്മകൾക്കും ഉള്ള വരുമാനം മുഴുവൻ ഈ പാവങ്ങളുടെ പിഴിഞ്ഞെടുത്ത പണമാണ്. ഈ കള്ളിലൂടെയും ലോട്ടറിയിലൂടെയും. ലോട്ടറി എന്നുള്ളത് വെറും വഞ്ചനയാണ്. ഇതുപോലൊരു വഞ്ചന വേറെയില്ല. കോടികളുടെ വാഗ്ദാനം കാണിച്ചുകൊണ്ട് ഒരാൾക്ക് മാത്രം കോടി കൊടുത്ത് ബാക്കിയുള്ളവർക്കൊന്നുമില്ല. വളരെ ചുരുങ്ങിയ സമ്മാനങ്ങൾ കൊടുത്ത് ബാക്കി മുഴുവൻ ഒരു 60% ലാഭമാണ്. ലോട്ടറി എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും കോടികളുടെ ബിസിനസ് നടത്തിയിട്ട് അതിൽ 60% സർക്കാരിലേക്കുള്ള ലാഭമാണ്. ഒരു 20% താഴെയാണ് സമ്മാനങ്ങൾ കൊടുക്കുന്നത്. ബാക്കിയുള്ള 20%ഓളം കമ്മീഷനുകളും മറ്റ് മെയിൻ്റനൻസും ആയിട്ട് പോകും. അതിൻ്റെ നടത്തിപ്പിന് ആവശ്യമായിട്ടുള്ള കാശായിട്ട് പോകും. ബാക്കി 60% സർക്കാരിൻ്റെ ഖജനാവിലേക്കുള്ള ലാഭമാണ് ഈ ലോട്ടറി കച്ചവടം. അതുപോലെ മദ്യത്തിലുള്ള ടാക്സ് ഈ മദ്യക്കമ്പനികൾ ബീവറേജസ് കോർപ്പറേഷന് കൊടുക്കുന്നത് 20 രൂപയ്ക്കോ 30 രൂപയ്ക്കോ കൊടുക്കുന്നതായിട്ടുള്ള ചെറിയ കുപ്പികൾ പുറത്തേക്ക് വരുമ്പോഴേക്കും എല്ലാ ടാക്സുകളും കൂടി, സർക്കാരിൻ്റെ ഗവൺമെൻറ് ടാക്സുകളെല്ലാം കൂടി കൂട്ടിയിട്ട്
200 റുപ്യയായിട്ട് വരും. 20 രൂപയുടെ 30 രൂപയുടെ സാധനം വരുമ്പോൾ എന്താ പറയുക, 1000% ടാക്സ് വരെയൊക്കെ വരും ചിലതിലൊക്കെ. 100% അല്ല, 200% അല്ല, 500ഉം 1000% ടാക്സോട് കൂടിയിട്ടാണ് പുറത്തേക്ക് വരുന്നത്. എക്സൈസ് ടാക്സും സെയിൽസ് ടാക്സും ഒക്കെ ആയിട്ട്. അത്രയും വലിയ ലാഭമാണ് ഈ മദ്യത്തിൽ സർക്കാരിനുള്ളത്. അത്രയും വലിയ കൊള്ളയാണ് ഇവർ നടത്തുന്നത്. പക്ഷേ മൂഢന്മാരായിട്ടുള്ള ആൾക്കാർക്ക് അത് കിട്ടുന്നത് കൊണ്ട് ഈ സർക്കാരിന് വോട്ട് കൊടുക്കും. ഞങ്ങൾക്ക് കുടിക്കാൻ കിട്ടുന്നുണ്ട്, അത് ആരെങ്കിലും നിർത്തുമെന്ന് പറഞ്ഞാൽ അവർക്ക് വോട്ട് പോകും, അവർക്ക് വോട്ട് കിട്ടില്ല. ഇനിയിപ്പോൾ കേരളത്തിൽ പെട്ടെന്ന് ഇത് രണ്ടും നിർത്താൻ പറ്റുമോ? കാരണം കേരളത്തിൽ ഇത് രണ്ടും നിർത്തിയാൽ ഖജനാവ് അപ്പക്കാലി. ആ മാസം ശമ്പളം കൊടുക്കാനുണ്ടാവില്ല. പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാനോ ഈ മന്ത്രിമാർക്ക് ദൂർത്തടിക്കാനുള്ള പൈസയോ പെൻഷനുകൾ കൊടുക്കാനുള്ള പൈസയോ ഒന്നും ഉണ്ടാവില്ല. അപ്പം ഇതൊന്നും ചിന്തിക്കുന്നില്ല. അപ്പോഴത്തെ കാര്യം നടക്കണം, നക്കാൻ കിട്ടണം. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ശൂദ്രന്മാരെന്ന് പറയുന്നത്. അത് ഏത് ജാതിയിൽപ്പെട്ടോട്ടെ, ഏത് വർഗത്തിൽപ്പെട്ടോട്ടെ, ആരുടെ കൂട്ടത്തിൽപ്പെട്ടോട്ടെ. അത് എന്താ പറയുക, ഇവരുടെ ഇന്നത്തെ ഭാഷയിൽ സവർണനോ അവർണനോ യവനോ ആയിക്കോട്ടെ, അവൻ മൂഢൻ. അവനാണ് ഏറ്റവും വലിയ മൂഢൻ. സ്വന്തം നാശത്തിനായിക്കൊണ്ട് പ്രവർത്തിക്കുന്നവൻ. അപ്പോൾ അവരെയാണ് ഇവിടെ ഈ 3 വർണ്ണങ്ങൾക്ക് ബാഹ്യമായിട്ട് നിർത്തിയിരിക്കുന്നത്. ത്രയോ വർണ്ണാഹ താഹ എന്നിവിടെ പ്രജാഹ എന്ന് പറഞ്ഞപ്പോൾ ഒരു കമൻറ്റ് പറഞ്ഞപ്പോൾ ആചാര്യ ഭഗവത്പാദർ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ അതിനെ വ്യാഖ്യാനിക്കേണ്ടി വന്നു. അദ്ദേഹം അങ്ങനെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ അത് ആ കാലത്ത് പറഞ്ഞതാണ് അദ്ദേഹം. എന്താണ് അതിൻ്റെ താത്വികത എന്ന് പറഞ്ഞതാണ്. അപ്പോൾ സഹയജ്ഞ യജ്ഞസഹിതാഹ പ്രജാഹ ത്രയോ വർണ്ണാഹ താഹ സൃഷ്ട്വ ഉൽപാദ്യ. ആ ഈ പറഞ്ഞ സംസ്കാരമുള്ളവരോട് പുരാ സർഗാദൗ, സർഗാദിയിൽ സൃഷ്ടിയുടെ ആദിയിൽ ഉവാച ഉക്തവാൻ പറഞ്ഞു, പ്രജാപതി പ്രജാനാം സ്രഷ്ട, പ്രജകളുടെ സൃഷ്ടാവായിട്ടുള്ള ഈശ്വരൻ അനേന അനേന യജ്ഞേന, ഈ യജ്ഞം കൊണ്ട് പ്രസവിഷ്യദ്വം, പ്രസവോ വൃദ്ധി ഉൽപ്പത്തി, പ്രസവം എന്നാൽ വൃദ്ധി എന്നും ഉൽപ്പത്തി എന്നും അർത്ഥം. താം കുരുദ്വം, ആ ഉൽപ്പത്തിയെ അല്ലെങ്കിൽ വൃദ്ധിയെ നിങ്ങൾ ചെയ്യുവിൻ, സ്വയം നിങ്ങൾ വൃദ്ധിയെ പ്രാപിക്കുവിൻ എന്നർത്ഥം. അപ്പോൾ ഈ യജ്ഞ സംസ്കാരം കൊണ്ട് നിങ്ങൾ വൃദ്ധിയെ പ്രാപിക്കുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഏഷഹ യജ്ഞോ, ഏഷഹ എന്നുള്ളതിന് യജ്ഞഹ എന്നർത്ഥം, വോ എന്നുള്ളതിന് യുഷ്മാകം എന്നർത്ഥം, നിങ്ങൾക്ക് അസ്തു എന്നുള്ളതിന് ഭവതു എന്നർത്ഥം, ഭവിക്കട്ടെ. എന്തായിട്ട്? ഇഷ്ടകാമദുക്ക്, ഏഷവോ അസ്തു ഇഷ്ടകാമദുക്ക്. ഇഷ്ടകാമദുക്ക് ഇഷ്ടാൻ അഭിപ്രേതാൻ കാമാൻ, അഭിപ്രേതാൻ ആഗ്രഹിച്ചതായിട്ടുള്ള കാമങ്ങളെ, കാമങ്ങൾ ഇവിടെ ഫലവിശേഷാൻ ആഗ്രഹിച്ച ഫലങ്ങളെ, ദോഗ്ധി, ദോഗ്ധീതി ഇഷ്ടകാമതു, ദോഗ്ധി എന്ന് പറഞ്ഞാൽ ദോഹനം ചെയ്യുന്നു. ദോഹനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ചുരന്നു തരുന്നു. പശു എങ്ങനെയാണോ പാല് ചുരക്കുന്നത് അതുപോലെ ഈ യജ്ഞം നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങളെയെല്ലാം സാധിച്ചു തരട്ടെ, ദോഹനം ചെയ്യട്ടെ. അതുകൊണ്ട് ഇഷ്ടകാമദുഃഖ് എന്നർത്ഥം. അപ്പൊ യജ്ഞത്തെ ഇഷ്ടകാമധേനുവായി ഇവിടെ ഉപമിച്ചു. ഈ യജ്ഞ സംസ്കാരം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഭിവൃദ്ധിയെ നൽകും, നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളെയും നൽകും, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം നൽകും. അങ്ങനെയുള്ളൊരു കാമധേനുവായി തീരട്ടെ ഈ യജ്ഞം. അതുകൊണ്ട് ഈ യജ്ഞഭാവനയോടുകൂടി നിങ്ങൾ ജീവിക്കുവിൻ എന്ന് സംസ്കാരമുള്ളവരുടെ ഉള്ളിൽ ഈശ്വരൻ ഉണർത്തി. സംസ്കാരഹീനന്മാരായിട്ടുള്ള അവരുടെ ഉള്ളില് ഇത് കുറയും. ഇത് കേൾക്കില്ല, അവർ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. കുടം കമഴ്ത്തി വെള്ളമൊഴിക്കുന്ന പോലെയാണ്. അപ്പോൾ എന്തായാലും ഇത് കേൾക്കുന്നവരുടെ ബാധ്യതയാണ് എന്ത്, ബാക്കിയുള്ളവർക്കും കൂടി ചേർത്ത് നമ്മൾ വിഭവങ്ങളെ ഉണ്ടാക്കുക എന്നുള്ളത്. ഇപ്പം നമ്മൾ മറ്റ് ജീവജാലങ്ങളെയും കൂടി കണക്കിലെടുക്കുന്നില്ലേ? എല്ലാ ജന്തുജാലങ്ങളെയും സസ്യജാലങ്ങളെയും ഒക്കെ നമ്മൾ കണക്കിലെടുക്കണം. ഈ പ്രകൃതിയിലുള്ള സർവ്വത്തിനെയും കണക്കിലെടുക്കണം. ആ കൂട്ടത്തിൽ ഈ മൂഢന്മാരെയും നമ്മൾ കണക്കിലെടുക്കണം. വിവരമുള്ളവർ ജ്യേഷ്ഠന്മാര് എന്ന് കരുതണം. അപ്പൊ ജ്യേഷ്ഠന്മാര് വിവരമില്ലാത്ത അനിയന്മാരുടെ കാര്യവും കൂടി നോക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മളെക്കാൾ അറിവില്ലാത്ത ആളുകളുടെ കാര്യത്തിൽ നമ്മൾ കരുതലുണ്ടായിരിക്കണം.
അനുജന്മാരുടെ കാര്യം ജ്യേഷ്ഠന്മാർ നോക്കാൻ ബാധ്യസ്ഥരാണ്. അതാണ് ഇവിടെ പറഞ്ഞതിൻ്റെ താല്പര്യം. എല്ലാവർക്കും ആ ബാധ്യത ഇല്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് അറിയില്ല, ആ ബോധമില്ല എല്ലാവർക്കും. സമഷ്ടിയിലിപ്പോൾ എല്ലാവരും എന്താ അങ്ങനെ ആവാത്തതെന്ന് ചോദിച്ചാൽ ആവില്ല, നിവൃത്തിയില്ല. നമ്മൾ വാശി പിടിച്ചതുകൊണ്ടൊന്നും നടക്കില്ല. അവൻ ചെയ്യട്ടെ എന്നിട്ട് ഞാൻ ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നാൽ അവൻ ഒരു കാലത്തും ചെയ്യാൻ പോകുന്നില്ല. അപ്പം നമ്മളും ചെയ്യലുണ്ടാവില്ല. അപ്പം നമ്മളും വിവരമില്ലാത്തവരായി അധപ്പതിക്കാം. മറ്റുള്ളവർ ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാനും ചെയ്യില്ല എന്ന് പറഞ്ഞ് മത്സരിച്ചാൽ, ഇപ്പം നമ്മൾ വീടുകളിൽ നമ്മളൊക്കെ കുട്ടികളായിരുന്ന കാലത്ത്, നമ്മളൊക്കെ വലുതായിരിക്കുമ്പോൾ അച്ഛനമ്മമാർ നമ്മളോട് ഓരോ പണി പറയും. അപ്പം നമ്മുടെ അനുജന്മാർ കളിച്ച് നടക്കണ്ടാവും. അപ്പം നമ്മൾ വാശി പിടിച്ച് പറയും, അവനെയും കൂടി വിളിക്കൂ, അവനും കൂടി വരട്ടെ എന്ന് പറയുമ്പോൾ അമ്മമാര് അച്ഛന്മാർ നമ്മളോട് പറയും, അവനായിട്ടില്ല, അവൻ അത്രയ്ക്ക് ആയിട്ടില്ല, നീ വേണം ഇത് ചെയ്യാൻ എന്ന് പറയുമ്പോൾ അന്നത്തെ പ്രായത്തിൽ നമുക്കത് ദഹിക്കില്ല. ചിലപ്പോൾ നമ്മൾ ചണ്ട കൂടും, അവൻ ചെയ്താലേ ഞാൻ ചെയ്യുള്ളൂ എന്നൊക്കെ വാശി പിടിക്കും. പക്ഷെ അവൻ നമ്മളെപ്പോലെ ചെയ്യാനായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അനുജന്മാർക്കും കൂടി ചേർത്ത് ജ്യേഷ്ഠന്മാരായിട്ടുള്ള നമ്മൾ പലതും ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വിവരം വെച്ചപ്പോൾ നമ്മൾ മത്സരിക്കാതെയായി. ആ അമ്മയും അച്ഛനും പറയുന്നത് ശരിയാണ്, അവൻ ചെയ്താൽ ശരിയാവില്ല, അവൻ അതിനുള്ള വളർച്ചയായിട്ടില്ല, അവനും നമ്മളെപ്പോലെ ആകുമ്പോൾ ചെയ്യും എന്നൊരു കരുതലോടുകൂടി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാവുന്നു. അതുപോലെ തന്നെ ആയിരിക്കും ചിലപ്പോൾ പല കാര്യങ്ങളിലും കൂടുതൽ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അത് നമ്മൾ കണക്ക് നോക്കില്ല. നമ്മൾ മൂത്തവരായി ജനിച്ചപ്പോൾ നമുക്ക് കൂടുതൽ പ്രിവിലേജസ് പലതിലും കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും നമ്മൾ കണക്ക് വെക്കില്ല. നമുക്ക് കിട്ടിയതൊന്നും നമ്മൾ ഓർമ്മിക്കില്ല. ഏതിലൊക്കെ ആണ് നമുക്ക് പ്രിവിലേജ് കിട്ടിയത്, പ്രിഫറൻസ് കിട്ടിയത്, അതൊക്കെ നമ്മൾ മറന്നിട്ടുണ്ടാവും. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം കണക്ക് പറയും. അത് വേണമെങ്കിൽ ചെറിയവരോട് ചോദിച്ചാൽ മതി, നമ്മൾക്ക് എന്താ കൂടുതൽ കിട്ടിയതെന്ന് അവർ കണക്ക് പറഞ്ഞു തരും. ഏട്ടൻ അത് കൊടുത്തില്ല, എനിക്ക് തന്നില്ലല്ലോ എന്ന് അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. വേണമെങ്കിൽ ചില അനുജന്മാര്, അന്ന് ഏട്ടന് കൊടുത്തതൊന്നും എനിക്ക് തന്നിട്ടില്ല. അപ്പൊ നമുക്ക് കിട്ടിയത് മറന്നു, നമ്മൾ ചെയ്തത് മാത്രം ഓർമ്മിക്കും. ഇത് നമ്മുടെ ഒരു സഹജമായിട്ടുള്ളൊരു സ്വഭാവം. പറഞ്ഞു വന്നത്, നമ്മൾ എങ്ങനെയാണോ നമ്മുടെ അനുജന്മാരെ ചേർത്ത് പിടിക്കേണ്ടത്, നമ്മുടെ കുടുംബത്തിൽ നമ്മളെക്കാൾ അവശരായിട്ടുള്ളവരെ, കഴിവ് കുറഞ്ഞവരെയൊക്കെ നമ്മൾ എങ്ങനെയാണോ ചേർത്ത് പിടിക്കേണ്ടത്, അതുപോലെ സമൂഹത്തിലുള്ള അനുജന്മാരാണ് ഈ ഇങ്ങനെയുള്ള വിവരം കുറഞ്ഞതായിട്ടുള്ള പ്രാകൃതന്മാരായിട്ടുള്ള ആളുകൾ, ജന്തുക്കളെ പോലെ ജീവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആളുകൾ. അവരെ നമുക്ക് കുറ്റപ്പെടുത്തണ്ട, അവരിൽ നിന്ന് നമ്മൾ വലുതൊന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷെ അവരോടുകൂടെ ഒരു കരുതൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. നമ്മൾ അവർക്കും വേണ്ടത് കരുതണം. ഇതാണ് നമ്മുടെ സംസ്കാരം. ഇത് എല്ലാ കാലത്തും ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവുകയും ചെയ്യും. ഈ പ്രാകൃതന്മാരുടെ കൂട്ടത്തിൽ പെടുന്ന ആളുകൾ എല്ലാ കാലത്തും ഉണ്ടാവും. ലോക സൃഷ്ടി ഏത് കാലത്തൊക്കെ നിലനിൽക്കുന്നുവോ ആ കാലത്തൊക്കെ ഉണ്ടാവുകയും ചെയ്യും. എല്ലാവരും പെർഫെക്റ്റ് ആയിട്ട്, എല്ലാവരും എന്താ പറയുക, നല്ല ജ്ഞാനികളായിട്ട്, എല്ലാവരും നാരായണ ഗുരുദേവനെ പോലെ, എല്ലാവരും രമണ മഹർഷിയെ പോലെ, അല്ലെങ്കിൽ എല്ലാവരും ശങ്കരാചാര്യരെ പോലെ ആവുന്നൊരു കാലം നമ്മൾ സ്വപ്നം കാണണ്ട, നടപ്പില്ല. എല്ലാ കാലത്തും എല്ലാ തരക്കാരും ഉണ്ടാവും. അങ്ങനെ തന്നെയാണ് ലോക സ്വഭാവം. അത് നമ്മൾ പുരാണങ്ങൾ പഠിച്ചാൽ ആ കാലം തൊട്ടേ അറിയാം. 10,000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ യുഗങ്ങൾക്ക് മുമ്പും ഈ ഒരു മനുഷ്യ സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. എല്ലാവരും സനകാദികളായിരുന്നില്ല. കൃതയുഗം എന്നൊരു സങ്കല്പമുണ്ട് നമുക്ക്. കൃതയുഗത്തിൽ എല്ലാവരും കൃതകൃത്യന്മാരായിരുന്നു എന്നൊരു സങ്കല്പം. അത് ആ കാലത്തെ കഥകളൊന്നും നമുക്ക് പ്രശസ്തമല്ല. കാരണം ആ കാലത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് പുരാണങ്ങളിൽ
വർണ്ണിക്കപ്പെട്ടിട്ടില്ല. എവിടെയൊക്കെയാണോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതല്ലേ നമുക്ക് കഥകളായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഇംബാലൻസ് ഉണ്ടാവണം, അസ്വസ്ഥതകൾ ഉണ്ടാവണം. രജോ ഗുണവും തമോ ഗുണവും വർദ്ധിച്ച ആളുകൾ ഉണ്ടാകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും സാത്വികന്മാരായി എല്ലാവരും കൃതകൃത്യന്മാരായി ഒക്കെ ഇരിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളില്ല. അപ്പോൾ പിന്നെ അവിടുത്തെ കഥയൊന്നും പറയാനില്ല. എല്ലാവരും അവരവരുടെ ധർമ്മം നിർവഹിക്കുന്നു. നമ്മൾ പാട്ടുപാടിലെ ഒരു സാങ്കല്പിക പാട്ട്, മാവേലി നാടുവാണി ഇടുങ്കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, വെറും സാങ്കല്പിക പാട്ടാണ്. അങ്ങനെ ഒരു സംഭവം നടപ്പില്ല. മാവേലി നാടുവാണപ്പോഴും എല്ലാ തരക്കാരും ഉണ്ടായിരുന്നു, എല്ലാ തരക്കാരും ഉണ്ടായിരുന്നു. പൃഥുവിൻ്റെ കാലത്തും ഉണ്ടായിരുന്നു. പൃഥു ചക്രവർത്തി നല്ലൊരു ഭരണകർത്താവായിരുന്നു. അദ്ദേഹത്തിൻ്റെ തൊട്ടു മുമ്പല്ലേ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സ്ഥാനമല്ലേ വേനൻ എന്ന് പറയുന്ന ദുഷ്ടൻ. ആ വേനൻ്റെ ശരീരത്തിൽ നിന്നുമല്ലേ പൃഥുവിൻ്റെ ജനനം. അപ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും എല്ലാ കാലത്തും എല്ലാ തരം ആൾക്കാരും ഉണ്ടാവും. അവരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യുക നമ്മൾ. അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള സ്ഥാനം കൊടുത്ത് അംഗീകരിക്കുക, അവരെ ഉൾക്കൊള്ളുക, അവരുടെ കുറവുകളെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെയും കൂടി നമ്മുടെ മനസ്സിലൊരു സ്ഥാനം കൊടുത്ത് അവർക്കും കൂടി കരുതലോടുകൂടി നമുക്ക് ജീവിക്കാം. അതായിരിക്കണം നമ്മുടെ ഒരു സങ്കല്പം. അപ്പോഴാണ് നമ്മൾ വളർന്നു എന്ന് പറയുക. അങ്ങനെ നമ്മളെക്കാൾ വളർച്ച കുറഞ്ഞവരെ പോലും ഉൾക്കൊള്ളാനുള്ള ഒരു വിശാലത നമുക്ക് ഉണ്ടാവണം. അപ്പോൾ സഹയജ്ഞ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യദ്വം യേശവോ അസ്തു ഇഷ്ടകാമദുക്ക്. ഇത് ഒരുപാട് ചിന്തിക്കാവുന്ന വിഷയമാണ്. നിങ്ങൾ ചിന്തിച്ചോളൂ. ചിന്തിച്ച് നിങ്ങൾക്ക് തന്നെ സംശയം ഉണ്ടാവും. നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ ഉത്തരവും കിട്ടും. അഥവാ ഉത്തരം കിട്ടിയില്ലെങ്കിൽ പിന്നെയും ചിന്തിക്കുക. എന്നിട്ട് ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഇവിടെ ചോദ്യമായിട്ടൊക്കെ അവതരിപ്പിക്കാവുന്നതാണ്. നമ്മൾ ചിന്തിച്ചാൽ ഉത്തരം കിട്ടാത്തതായിട്ട് ഒരു പ്രശ്നവും ഇല്ല. സ്വയം ഉള്ളിൽ നിന്ന് തന്നെ കിട്ടും. അങ്ങനെ ചിന്തിക്കാൻ മടിയുള്ളവരാണ് ചോദ്യങ്ങൾ ചോദിക്കുക. ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുക. എളുപ്പപ്പണി നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ യജ്ഞം കൊണ്ട് വൃദ്ധിയെ പ്രാപിക്കേണ്ടത് എന്നാണ് തുടർന്ന് കഥം എന്ന് ആചാര്യ ഭഗവത്പാദർ ചോദിക്കുകയാണ്. എങ്ങനെ എന്ന്. അത് അനേന പ്രസവിഷ്യദ്വം എന്ന് പറഞ്ഞില്ലേ, ഈ യജ്ഞഭാവന കൊണ്ട് നിങ്ങൾ വൃദ്ധിയെ പ്രാപിക്കുവിൻ എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഈ യജ്ഞഭാവന കൊണ്ട് വൃദ്ധിയെ പ്രാപിക്കേണ്ടത് എന്നതാണ് ഇവിടെ കഥം എന്ന് ഭാഷ്യകാരൻ ഒരൊറ്റ പ്രയോഗം കൊണ്ട് നമ്മൾക്ക് കണക്ട് ചെയ്യുന്നത്, അടുത്ത ശ്ലോകത്തിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ഈ യജ്ഞ സംസ്കാരം നമുക്ക് കാമധേനുവായി മാറും? ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവഃ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യഥ. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവഃ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യഥ. ദേവാൻ ഭാവയത അനേന തേ ദേവാ ഭാവയന്തു വഹ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരം അവാപ്സ്യത. അപ്പോൾ ദേവാൻ ഭാവയത അനേന, അനേന അനേന എന്ന് പറഞ്ഞാൽ യജ്ഞേന എന്ന് തന്നെയാണ്. ഇവിടെ വിഷയം യജ്ഞമാണ്. അപ്പോൾ അനേന യജ്ഞേന, ഈ ഒരു യജ്ഞ സംസ്കാരം കൊണ്ട്, ഈ യജ്ഞഭാവന കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുവിൻ? യൂയം ദേവാൻ ഭാവയത, നിങ്ങൾ ദേവന്മാരെ ഭവിപ്പിക്കൂ, ഭാവിപ്പിക്കൂ, സന്തോഷിപ്പിക്കൂ എന്നർത്ഥം. അവരുടെ ഉള്ളിൽ നല്ല ഭാവനയെ ഉണ്ടാക്കുക, ദേവന്മാരുടെ ഉള്ളിൽ പ്രസാദത്തെ ജനിപ്പിക്കുക, അവരെ സന്തോഷിപ്പിക്കുക. അപ്പൊ നിങ്ങൾ ദേവന്മാരെ സന്തോഷിപ്പിക്കുവിൻ. തേ ദേവ വഹ ഭാവയന്തു, ആ ദേവന്മാർ നിങ്ങളെയും തിരിച്ചും സന്തോഷിപ്പിക്കട്ടെ,
പുഷ്ടിപ്പെടുത്തട്ടെ എന്നൊക്കെ അർത്ഥം. ഇവിടെ ദേവന്മാർ നമ്മളെ എങ്ങോട്ട് സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടതായിട്ടുള്ള അനുഗ്രഹങ്ങൾ നൽകി നമ്മളെ പുഷ്ടിപ്പെടുത്തട്ടെ എന്നാണ്. അപ്പം നമ്മൾ ദേവന്മാരെ അങ്ങോട്ട് സന്തോഷിപ്പിക്കുക, ദേവന്മാർ നമ്മളെ ഇങ്ങോട്ടും പുഷ്ടിപ്പെടുത്തട്ടെ. തേ ദേവാ ഭാവയന്തു വഹ, ഇങ്ങനെ പരസ്പരം ഭാവയന്തഃ, നിങ്ങൾ പരസ്പരം, നിങ്ങൾ മനുഷ്യർ ദേവന്മാരെയും ദേവന്മാർ മനുഷ്യരെയും ഭാവയന്തഃ, ഭാവയന്തഃ പോഷിപ്പിക്കുന്നവരായിട്ട്, പരസ്പരം സന്തോഷിപ്പിക്കുന്നവരായിട്ട്, ശ്രേയഃ പരം അവാപ്സ്യത, പരം ശ്രേയഃ അവാപ്സ്യത, പരമമായ ശ്രേയസത്തെ പ്രാപിച്ചാലും നിങ്ങൾ പ്രാപിക്കുവിൻ. യൂയം അവാപ്സ്യത, നിങ്ങൾ പ്രാപിക്കുവിൻ. മനുഷ്യരെ നിങ്ങൾ ശ്രേയസ്സിനെ പ്രാപിക്കുവിൻ. നിങ്ങൾക്ക് ദേവന്മാരെ കുറിച്ചിട്ടുള്ള കരുതലും വേണം. ദേവന്മാരെന്ന് പറഞ്ഞാൽ അവർ കുറച്ച് ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പം നമ്മുടെ ഈ തലത്തിലേക്ക് ഇറങ്ങി വന്നൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവർ നമ്മൾ അധ്വാനിക്കുന്ന പോലെയുള്ള പണികളൊന്നും ചെയ്യുന്നില്ല. അവർ കൃഷി ചെയ്യുന്നില്ല, കച്ചവടം ചെയ്യുന്നില്ല, നമ്മളെ പോലെയുള്ള ട്രാൻസ്പോർട്ടിംഗ് സർവീസ് നടത്തുന്നില്ല, ഡ്രൈവർ ആകുന്നില്ല, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും തൊഴിലുകളിൽ ഒന്നിലും ഇടപെടുന്നില്ല. അവർക്കാകെ ചെയ്യാനുള്ളത് സർക്കാർ ഓഫീസിലുള്ളതായിട്ടുള്ള കാര്യങ്ങൾ. അവർ ഫയലുകൾ നോക്കുന്നു, ഓരോ കാര്യങ്ങളുടെ എന്താ പറയുക, അതിൻ്റെ ശരിയായ രീതിയിൽ ഓരോരുത്തർക്കും അർഹിക്കുന്നത് സാങ്ഷൻ ചെയ്ത് ശരിയാക്കി തരുന്നു. അവരാ ചില്ലുകൂടുകളിൽ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ അവർക്ക് സൈഡ് ബിസിനസ്സുകളൊക്കെ ഉണ്ടാവും ഇന്നത്തെ കാലത്ത്, അത് വേറെ. അവർ കച്ചവടം സൈഡ് ബിസിനസ്സായിട്ട്, ട്രാൻസ്പോർട്ട് സർവീസ് സൈഡ് ബിസിനസ്സായിട്ട്, രാത്രി വല്ല പരിപാടിക്കും പോകുന്നുണ്ടാവും. അതല്ല അവിടെ ഉദ്ദേശിച്ചത്. ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രത്യേക റോളുണ്ട് അവർക്ക്. അവർ വേറെ നമ്മളെപ്പോലെ താഴെ തട്ടിലല്ല പണിയെടുക്കുന്നത്. നമ്മൾ ചെയ്യുന്നതിൻ്റെയൊക്കെ കരം അവർ പിരിച്ചെടുക്കുന്നു. ആ കരം പിരിച്ചെടുത്തതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അവർ. അതിൻ്റെ ഒരു പങ്ക് അവർക്കും ശമ്പളമായിട്ടും ആനുകൂല്യങ്ങളായിട്ടും കിട്ടുന്നു. അല്ലേ? ഇതൊരു തരം ദേവാൻ ഭാവയത, നമ്മൾ സമ്പാദിക്കുന്നതിൻ്റെ ഒരംശം ഈ പറഞ്ഞ സർക്കാരിലേക്ക് കരമായി നമ്മൾ പല രീതിയിലും കൊടുക്കുന്നു. GST ആയിട്ടും എക്സൈസ് ഡ്യൂട്ടി ആയിട്ടും. ഇതൊക്കെ ഒരു തരം ദേവാൻ ഭാവയത. നിങ്ങൾ കിട്ടുന്നതിൻ്റെ 1% നിങ്ങളെ രക്ഷിക്കുന്നവർക്ക്, നിങ്ങളെ പോഷിപ്പിക്കുന്നവർക്ക്, നിങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കി തരുന്നവർക്ക് നിങ്ങൾ കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുറെ കൂടി സൂക്ഷ്മമായിട്ടുള്ള ഒരു തലമാണ് ഈ പറഞ്ഞ പ്രകൃതിയുടെ മുഴുവൻ അധീശത്വം വഹിക്കുന്ന ആ ദേവസങ്കല്പം. പ്രകൃതിയുടെ മുഴുവൻ ഓരോ വിഭാഗത്തിൻ്റെയും ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഹെഡുകളാണ് ഈ ദേവന്മാരെന്നുള്ളതായിട്ടുള്ള സങ്കല്പം. നമുക്ക് മഴ വേണം, നമുക്ക് വെയിൽ വേണം, നമുക്ക് ഓരോ ഋതുക്കൾ മാറി മാറി വരണം, എല്ലാ ഐശ്വര്യവും സമൃദ്ധിയും നമുക്കുണ്ടാവണം. അപ്പോൾ എല്ലാ ദേവന്മാരുടെയും അനുഗ്രഹം വേണം നമുക്ക്, അല്ലേ? വരുണൻ്റെ അനുഗ്രഹം വേണം, വായുവിൻ്റെ അനുഗ്രഹം വേണം, അഗ്നിയുടെ അനുഗ്രഹം വേണം, ഇവരുടെയൊക്കെ സൂപ്പർവൈസറായിട്ടുള്ള ഇന്ദ്രൻ്റെ അനുഗ്രഹം വേണം, കുബേരൻ്റെ അനുഗ്രഹം വേണം. ഇങ്ങനെ ഓരോ ദേവസങ്കല്പം, ദേവതാസങ്കല്പം, ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും കൈകാര്യം ചെയ്യുന്നവർ ഈ പ്രകൃതിയിൽ ആവശ്യമായിട്ടുള്ള എല്ലാം നമുക്ക് അനുവദിച്ച് തരുന്നവർ, നമുക്ക് എത്തിച്ചു തരുന്ന ആ ശക്തികൾ ഈശ്വരൻ്റെ തന്നെ എന്താ പറയുക വിഭൂതികളാണ് അവർ. ഈശ്വരൻ നിയോഗിച്ചിട്ടുള്ള ശക്തികളാണ്, ഈശ്വരൻ്റെ ഉദ്യോഗസ്ഥന്മാരാണവർ. അപ്പോൾ ആ ഉദ്യോഗസ്ഥന്മാരെയും നമ്മൾ മാനിക്കുക. അവർ നമ്മുടെ അടുത്ത് കരം പിരിക്കാൻ വന്നാൽ നമ്മൾ കൊടുക്കുക, നമ്മൾ അർഹിക്കുന്നത് കൊടുക്കാനുള്ളത് കൊടുക്കുക. അവരാണ് ഓരോരുത്തരും ഓരോ കരം പിരിക്കാൻ വരും, അല്ലേ? വൈദ്യുത കരം, വെള്ളക്കരം,
ഭൂമിയുടെ കരം, കെട്ടിടത്തിൻ്റെ കരം, ഇൻകം ടാക്സ്, GST, പിന്നെന്തൊക്കെ ടാക്സുകളുണ്ടോ, നമ്മളിപ്പോൾ ഭൂമി വാങ്ങുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ആധാരം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടാക്സുകൾ, വാഹനം വാങ്ങുമ്പോൾ അതിനൊരു ടാക്സ്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും അല്ലേ, റോഡ് ടാക്സ് മുതലായിട്ടുള്ള ടാക്സുകൾ, എന്തൊക്കെ ചെയ്യണോ അതിനൊക്കെ ടാക്സുകളുണ്ട്. ഒരു തൊഴിൽ നടത്തണമെങ്കിൽ അതിന് ലേബർ ടാക്സ്, അതുപോലെ നമ്മുടെ കീഴിൽ തൊഴിലാളികൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടതായിട്ടുള്ള ക്ഷേമ നിധികളും അവർക്ക് വേണ്ടതായിട്ടുള്ള കരുതലിന് വേണ്ടതായിട്ടുള്ള നമ്മുടേതായിട്ടുള്ള പങ്കാളിത്തവും അതിലൊക്കെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് ചെയ്യണം. അതൊക്കെ ഓരോ വിഭാഗങ്ങളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കരം പിരിക്കാൻ, അതിൻ്റെയൊക്കെ നമ്മൾ കൊടുക്കാൻ ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ നമ്മൾ തരില്ല എന്ന് പറയാൻ പാടില്ല. അപ്പോൾ നമുക്ക് തടസ്സങ്ങളുണ്ടാകും, പല കാര്യങ്ങളിലും തടസ്സമുണ്ടാവും, ഈ ബിസിനസ് ബ്ലോക്കാവും. അപ്പം നിങ്ങൾ ആ ഉദ്യോഗസ്ഥന്മാർ കരം പിരിക്കാൻ വരുമ്പോൾ എങ്ങനെയാണോ കരം കൊടുക്കുന്നത്, അതുപോലെ ഈ പ്രകൃതിയിലും ആ ദൈവീക ശക്തികൾക്ക് നിങ്ങൾ അർഹിക്കുന്നത് കൊടുക്കുക. അതൊരു പ്രതീകാത്മകമായിട്ടാണ്. അത് നമ്മൾ പഠിക്കുകയാണ്. ഈ ദേവതാശക്തികൾക്ക് നമ്മൾ ഓരോന്ന് കൊടുത്ത് ശീലിക്കുന്നത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഇതുപോലെയുള്ള കരങ്ങളൊക്കെ കൊടുക്കാനുള്ള ഒരു പരിശീലനം കൂടിയാണ്. നിങ്ങൾ കാണാത്ത ദേവന്മാർക്ക് കൊടുക്കുന്നത് പോലെ കാണുന്ന ദേവന്മാർക്കും കൊടുക്കണം. ഭൂമിയിലുള്ള ദേവന്മാരാണ് അവർ, അല്ലേ? ഭൂദേവന്മാരെന്ന് പറയും അവർ. ഭൂദേവന്മാരെന്നാൽ ബ്രാഹ്മണർക്കൊരു പര്യായ ശബ്ദമുണ്ട്. അതുപോലെ ഇവിടെ ഭൂമിയിൽ നമ്മുടെ ചുറ്റും കരം പിരിക്കാൻ വരുന്നവരൊക്കെ ഓരോ ഭൂദേവന്മാരാണ്. ഇവരെയും മാനിക്കണം. അവരെ മാനിക്കുന്നത് പോലെ, അവരെ മാനിക്കുന്നത് നമ്മുടെ സംസ്കാരമായിട്ട് നമ്മൾ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരെയും മാനിക്കാനും ബുദ്ധിമുട്ടില്ല. നമ്മൾ പരിശീലിച്ചു കഴിഞ്ഞു. ഇതൊരു സംസ്കാരമാണ്, ഇതൊരു പരിശീലനമാണ്. നമ്മൾ കാണാത്ത ആളുകളെ പോലും ബഹുമാനിക്കുന്നുവെങ്കിൽ നമ്മുടെ മുമ്പിൽ കാണുന്ന ആളുകളെ ബഹുമാനിക്കാൻ നമുക്ക് ഒരു പ്രയാസമില്ല. അതിന് പ്രത്യേകമായിട്ടൊരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല. ഇതാണ് നമ്മുടെ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനാണ് നമ്മുടെ വരുമാനത്തിൻ്റെ ഇത്ര % ദേവന്മാർക്ക് കൊടുക്കുക, ഇത്ര % പിതൃക്കൾക്ക്, ഇത്ര % ബ്രഹ്മയജ്ഞം എന്ന് പറയുന്ന ഋഷിമാരുടെ ആ സംഭാവനയ്ക്കുള്ള കൃതജ്ഞതയായിട്ട് കൊടുക്കുക, ഇത്ര % ഭൂതങ്ങൾക്ക്, ഇത്ര % ചുറ്റുപാടുള്ള മനുഷ്യന്മാർക്ക്, ഇത്ര % രാജാവിനെന്ന് പറഞ്ഞാൽ കരം കൊടുക്കാനുള്ളത് കൊടുക്കുക. അപ്പം ഇങ്ങനെ ഓരോരുത്തർക്കും കൊടുക്കാനുള്ളത് കൊടുത്ത് ബാക്കിയുള്ളത് നമ്മൾ ശിഷ്ടമായിട്ട് അനുഭവിക്കുക. അതിനെക്കുറിച്ച് ഇനി പറയും, യജ്ഞശിഷ്ടാശിന, യജ്ഞശിഷ്ടം അശിക്കുന്നവർ. അപ്പോൾ കൊടുക്കാനുള്ള പങ്കുകൾ എല്ലാവർക്കും കൊടുത്തിട്ട് ശേഷിക്കുന്നത് അനുഭവിക്കുക. അല്ലാതെ ആദ്യം എല്ലാം എനിക്ക് എന്നുള്ള ചിന്തയില്ല. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവഃ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യത. അതിൻ്റെ ഭാഷ്യം നോക്കാം. ദേവാൻ ഇന്ദ്രാദീൻ ഭാവയത വർദ്ധയത അനേന യജ്ഞേന തേ ദേവാഃ ഭാവയന്തു ആപ്യായന്തു വൃഷ്ട്യാദിനാ വോ യുഷ്മാൻ ഏവം പരസ്പരം അന്യോന്യം ഭാവയന്തഃ ശ്രേയഃ പരം മോക്ഷലക്ഷണം ജ്ഞാനപ്രാപ്തിക്രമേണ അവാപ്സ്യത സ്വർഗം വാ പരം ശ്രേയഃ അവാപ്സ്യത. അപ്പോൾ ദേവാൻ എന്നുള്ളതിന് ഇവിടെ ഇന്ദ്രാദീൻ എന്ന് പറഞ്ഞു. അപ്പോൾ യജ്ഞങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആ ഇന്ദ്രാദി ദേവന്മാരെ സങ്കല്പിച്ചുകൊണ്ട് അവർക്ക് ഓരോരുത്തർക്കും പേര് പറഞ്ഞ് അവർക്ക് അർഹിക്കുന്നതായിട്ടുള്ള ആഹൂതികൾ സമർപ്പിക്കണം. അപ്പോൾ ഇന്ദ്രാദീൻ ദേവാൻ, ഇന്ദ്രാദി ദേവന്മാരെ ഭാവയത വർദ്ധയത, വൃദ്ധിയെ പ്രാപിപ്പിക്കുവിൻ, വർദ്ധിപ്പിക്കുവിൻ, പോഷിപ്പിക്കുവിൻ. അനേന എന്ന് പറയുമ്പോൾ യജ്ഞേന, ഈ യജ്ഞ സംസ്കാരം കൊണ്ട്, ഈ പങ്കിടൽ എന്നതായിട്ടുള്ള പങ്കുവെക്കൽ എന്നുള്ള സംസ്കാരം കൊണ്ട് തേ ദേവാഹ, ആ ദേവന്മാർ ഭാവയന്തു ആപ്യായന്തു വൃഷ്ട്യാദിന, വൃഷ്ടി എന്ന് പറഞ്ഞാൽ മഴ. അപ്പൊ മഴ മുതലായതുകൊണ്ട് ആ ദേവന്മാർ നിങ്ങളെയും ആപ്യായന്തു, ആപ്യായന്തു എന്ന് പറഞ്ഞാൽ പോഷിപ്പിക്കട്ടെ എന്നാണ്.
ആപ്യായന്തു പോഷിപ്പിക്കട്ടെ. വോ എന്നുള്ളതിന് യുഷ്മാൻ എന്നർത്ഥം, നിങ്ങളെ പോഷിപ്പിക്കട്ടെ. അപ്പൊ ദേവന്മാർ നിങ്ങളെയും മഴ മുതലായത് നൽകി വേണ്ടതുപോലെ പോഷിപ്പിക്കണം. അപ്പൊ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കാനുള്ളത് കൊടുത്താലേ ഇങ്ങോട്ട് കിട്ടാനുള്ളതൊക്കെ കിട്ടുള്ളൂ. നിങ്ങൾ ഈ പ്രകൃതിയെ വേണ്ട രീതിയിൽ ബഹുമാനിച്ച് കാലാകാലങ്ങളിൽ പ്രകൃതിക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുത്താൽ ആ പ്രകൃതി നിങ്ങൾക്കും തിരിച്ചു തരേണ്ടതെല്ലാം കാലാകാലങ്ങളിൽ നൽകിക്കൊണ്ടിരിക്കും. ഏവം ഇപ്രകാരം പരസ്പരം അന്യോന്യം ദേവന്മാരെ നിങ്ങളും നിങ്ങളെ ദേവന്മാരും ഭാവയന്തഃ അങ്ങനെ വർദ്ധിപ്പിക്കുന്നവരായിക്കൊണ്ട് പോഷിപ്പിക്കുന്നവരായിക്കൊണ്ട് ശ്രേയഃ പരം മോക്ഷലക്ഷണം, പരമമായ ശ്രേയസ് എന്ന് പറഞ്ഞാൽ ആ മോക്ഷമാണ് മനുഷ്യ ജീവിതത്തിന്റെ പരമമായിട്ടുള്ള ലക്ഷ്യം. ആ മോക്ഷലക്ഷണം ജ്ഞാനപ്രാപ്തിക്രമേണ. ആ മോക്ഷം എങ്ങനെയാ പ്രാപിക്കുക? നമ്മൾ മര്യാദയ്ക്ക് ജീവിച്ച അന്ധക്കരണം ശുദ്ധമാകുമ്പോൾ നമ്മൾ ജ്ഞാനപ്രാപ്തിക്ക് അധികാരികളായിത്തീരുന്നു. അങ്ങനെ ജ്ഞാനപ്രാപ്തിയും ഉണ്ടാകുന്നു. ആ ജ്ഞാനപ്രാപ്തി ക്രമേണ അവാപ്സ്യത പ്രാപിക്കുവിൻ എന്നാണ്. സ്വർഗം വാ പരം ശ്രേയഃ അവാപ്സ്യത, സ്വർഗമോ ആ പരമമായ ശ്രേയസ്സോ നിങ്ങൾ പ്രാപിക്കുവിൻ. സ്വർഗം വേണ്ടവര് സ്വർഗാദികൾ അനുഭവിക്കട്ടെ, അല്ല പരമമായ ശ്രേയസ് മോക്ഷം വേണ്ടവര് മോക്ഷത്തെ സ്വർഗം എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളാണ്. മോക്ഷം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായിട്ടുള്ള ശ്രേയസ് മോക്ഷം. അപ്പൊ ഇത് ഏതാ വേണ്ടെച്ചാൽ അത് രണ്ടും അനുഭവിക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാ നന്മകളും ഉണ്ടാകും. നിങ്ങൾ ഈ പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് പങ്കുവെച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രകൃതി നൽകുമ്പോൾ നിങ്ങൾ പ്രകൃതിക്ക് തിരിച്ചു കൊടുക്കാനും മറക്കരുത്. അങ്ങനെ പരസ്പരം കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തുകൊണ്ട് എല്ലാ കണക്കുകളും അപ്പപ്പ സെറ്റിൽ ചെയ്തുകൊണ്ട് സുഗമമായിട്ടൊരു ജീവിതം നയിക്കുവിൻ. നിങ്ങൾക്കും കിട്ടാനുള്ളതൊക്കെ അപ്പപ്പോ കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തുകൊണ്ടിരുന്നാൽ കിട്ടാനുള്ളതൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾ എപ്പോഴാണോ കൊടുക്കുന്നത് നിർത്തിയത് അപ്പോഴാണ് നിങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടാതെയായത്. ഈ പ്രകൃതിയിൽ ഇപ്പൊ നമ്മൾ ജീവിക്കുന്നതൊക്കെ തോന്നിയവാസികളായിട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രകൃതിയും തോന്നിയവാസിയായി മാറി. പ്രകൃതിയിലും മഴയും വെയിലും കാലാവസ്ഥകളൊക്കെ ആകെ മാറിയിട്ടുണ്ട്. ഋതുക്കളൊന്നും ഇപ്പോൾ യഥാസമയമല്ല, ഒന്നും പ്രവചിക്കാൻ പറ്റാത്ത പോലെയായി. മഴ ആവശ്യമില്ലാത്തപ്പോൾ കോരിച്ചൊരിയുന്ന മഴ ആവശ്യമുള്ളപ്പോൾ പെയ്യുന്നുമില്ല. വെയിലിൻ്റെ ചൂട് കൂടി വരുന്നു. ഓരോ ദിവസവും ടെമ്പറേച്ചർ കൂടി വരുന്നു. മൊത്തത്തിൽ പ്രകൃതി എല്ലാം വിപരീതമായിരിക്കുന്നു, നശിച്ചിരിക്കുന്നു. പുഴകളെല്ലാം വറ്റി വരണ്ടിരിക്കുന്നു, വനങ്ങളെല്ലാം വെട്ടി വെളുപ്പിച്ചിരിക്കുന്നു, മലകളെല്ലാം ഇടിച്ചു നിരത്തിയിരിക്കുന്നു, എല്ലായിടത്തും ചവറുകൂനകൾ കൊണ്ട് നിറച്ചിരിക്കുന്നു, മലീമസമാക്കിയിരിക്കുന്നു. ഇങ്ങനെ എല്ലായിടത്തും എന്താ പറയുക, മാലിന്യങ്ങളെ കൊണ്ട് നിറച്ചും നശിപ്പിച്ചും മനുഷ്യൻ ആ യജ്ഞ സംസ്കാരം മറന്ന് സ്വാർത്ഥ സംസ്കാരം വർദ്ധിപ്പിച്ചു, ഉപഭോഗ സംസ്കാരം വർദ്ധിപ്പിച്ചു. അത് ഈ വൈദേശിക സംസ്കാരത്തിൽ നിന്ന് വന്നതാണ് കൂടുതലായിട്ടും. അവർക്ക് കണ്ണിൽ ചോരയൊന്നുമില്ല. അവരുടെ ആ പ്രവൃത്തികൾ അനുകരിച്ചുകൊണ്ട് നമ്മളും അവരോട് മത്സരിച്ചുകൊണ്ട് ഈ ഭാരതീയരെല്ലാം അതുപോലെ ആയി. അവർക്ക് ചെയ്യാമെങ്കിൽ നമുക്കും ചെയ്യാമെന്നുള്ള മട്ടിൽ നമ്മളും ഈ പ്രകൃതിയെ മൊത്തത്തിൽ ചൂഷണം ചെയ്യുന്ന, അങ്ങോട്ടൊന്നും കൊടുക്കാതെ ഇങ്ങോട്ട് എല്ലാം എനിക്ക് എന്നുള്ള മട്ടിൽ ചൂഷണം ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മളിൽ എല്ലാവരിലും വർദ്ധിച്ചു വന്നു. അതുകൊണ്ട് പ്രകൃതിയും നമ്മളെ പരീക്ഷിക്കാൻ തുടങ്ങി. പല രീതിയിലുള്ള അസുഖങ്ങളായും പ്രളയങ്ങളായും എന്തൊക്കെ പേരിലാണ് പുതിയ അസുഖങ്ങൾ വരുന്നത്, ഏതെല്ലാം രീതിയിലാണ് പ്രളയങ്ങളും ചുഴലിക്കാറ്റുകളും സുനാമികളും ഭൂകമ്പങ്ങളും ലാൻഡ്സ്ലൈഡുകളും ഏതൊക്കെ രീതിയിലാണ് പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നത് ഒന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റാതെയായി. അതിന് കാരണം മനുഷ്യന്റെ സ്വാർത്ഥത, പ്രവൃത്തി ദോഷം, ഈ യജ്ഞ സംസ്കാരങ്ങളെല്ലാം ഇല്ലാതെയായത്. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവഃ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യത. തുടരുന്നുണ്ട്, ശ്ലോകം വായിച്ചു നിർത്താം.
മാത്രവുമല്ല എന്ന് പറഞ്ഞിട്ട് തുടരുകയാണ്. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാഹ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തൈർദത്താൻ അപ്രദായൈഭ്യഃ യോ ഭുങ്ക്തേസ്തേന ഏവ സഹ. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാഃ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തൈർദത്താൻ അപ്രദായൈഭ്യഃ യോ ഭുങ്ക്തേസ്തേന ഏവ സഹ. അപ്പോ ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാഹ ദാസ്യന്തേ യജ്ഞഭാവിതാഃ. അപ്പൊ നിങ്ങൾ ആ ദേവന്മാരെ യജ്ഞം കൊണ്ട് ഭാവിതരാക്കിയാൽ, യജ്ഞം കൊണ്ട് സന്തോഷിപ്പിച്ചാൽ, പോഷിപ്പിച്ചാൽ, ദേവന്മാർ യജ്ഞഭാവിതരായാൽ ആ ദേവന്മാർ വോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യുഷ്മാകം ഇഷ്ടാൻ ഭോഗാൻ ദാസ്യന്തേ, നിങ്ങൾക്ക് ആവശ്യമായ ഭോഗങ്ങളെ നൽകും. നിങ്ങൾ ദേവന്മാരെ യജ്ഞഭാവിതരാക്കിയാൽ ദേവന്മാർ നിങ്ങൾക്ക് ഇഷ്ടമായ ഭോഗ്യങ്ങളെ നൽകും. ഇഷ്ടാൻ ഭോഗാൻ ദാസ്യന്തേ തൈർദത്താൻ അപ്രദായ ഏഭ്യഃ യോ ഭുങ്ക്തേ സ്തേനഃ ഏവ സഹ. തൈർദത്താൻ തൈഹി അവരാൽ, ദത്താൻ നൽകപ്പെട്ടതിനെ, അപ്രദായ കൊടുക്കാതെ, ആർക്ക്? ഏഭ്യഃ അവർക്കായിക്കൊണ്ട്. അപ്പൊ അവരാൽ നൽകപ്പെട്ടതിന്റെ പങ്ക് അവർക്കായി നൽകാതെ, അവർക്ക് കൊടുക്കാതെ, അപ്രദായ യോ ഭുങ്ക്തേ യഹ ഭുങ്ക്തേ ആർ സ്വയം അനുഭവിക്കുന്നുവോ, ആർ സ്വാർത്ഥനായി സ്വന്തം കാര്യം മാത്രം നോക്കുന്നുവോ, സ്തേന ഏവ സഹ. സഹ സ്തേനഃ ഏവ, അവൻ പെരുങ്കള്ളനാണ്. സ്തേനൻ എന്നാൽ കള്ളൻ. അപ്പൊ നമ്മൾ ഈ പ്രകൃതിയിൽ നിന്ന് നമ്മൾ എടുക്കുന്നതിൻ്റെ പങ്ക് തിരിച്ച് ദേവന്മാർക്കും കൊടുക്കണം. കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുത്തിട്ട് വേണം നമ്മളും കഴിക്കാൻ. അങ്ങനെ കൊടുക്കാതെ നമ്മൾ എല്ലാം സ്വാർത്ഥരായി വെട്ടിപ്പിടിച്ച് സ്വയം ഒറ്റയ്ക്ക് അനുഭവിക്കുകയാണെങ്കിൽ അവൻ പെരുങ്കള്ളനാണ്. സ്തേനയേവ സഹ, ഭഗവാനാ പറഞ്ഞത്. അപ്പോൾ ഈ സമൂഹത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഭൂരിപക്ഷം പേർക്കും ഭഗവാന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി. നമ്മൾ ആ കൂട്ടത്തിൽ പെടാതിരിക്കട്ടെ. ഭഗവാന്റെ സ്തേനന്മാരുടെ ലിസ്റ്റിൽ നമ്മൾ പെടാതിരിക്കട്ടെ, അല്ലേ? നമുക്കതിനെക്കുറിച്ച് കൂടുതൽ തുടരാം, നാളെ തുടരാം. വളരെ രസകരമായിട്ടുള്ള, ഒരുപാട് ചിന്തിക്കേണ്ടതായിട്ടുള്ള, ഒരുപാട് ഗൗരവമേറിയ വിഷയങ്ങളാണ്. നമ്മൾ തുടർന്ന് കാണാം, നാളെ കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. ഇത് നാളെ കാണാം. നാളെയും സാധാരണ പോലെയുള്ള ക്ലാസ്സുകൾ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഹരി ഓം. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.